അങ്ങനെ ഞങ്ങള് സൗദി തബൂക്ക് എന്ന ദേശത്ത് ഞാൻ ആദ്യം കടന്നുപോയി. അവിടെ ആയിരുന്നു. ഈ വിശ്വാസത്തെക്കുറിച്ച് ആ സമയത്തൊന്നും എനിക്കൊരു ഒന്നും ഒന്നും അറിയത്തില്ലായിരുന്നു. എങ്ങനെ പ്രാർത്ഥിക്കണമെന്നോ ഒന്നുപോലും അറിയത്തില്ലായിരുന്നു. നമ്മൾ ആ ഒരു ജ്ഞാനായ സമുദായത്തിൽ ജനിച്ചു വളർന്ന ആ ഒരു പാരമ്പര്യത്തിൽ തന്നെ ഞങ്ങൾ ആയിരുന്നു. അവിടെ കടന്നു ചെന്നത് എൻ്റെ റൂംമേറ്റ് ഒരു ബന്ധുക്കോസുകാരി, ഒരു കൊച്ചായിരുന്നു. അവൾ ഇന്ന് ഓസ്ട്രേലിയയിലുണ്ട്. അവളാണ് എന്നെ ഈ വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്നത്. ഞങ്ങൾ ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കുവാനും ഞാൻ അറിയാതെ എനിക്ക് വേണ്ടി ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്ത അനേക അവസരങ്ങൾ ഉണ്ടായിരുന്നു. അങ്ങനെ അവൾ എന്നെ പ്രാർത്ഥനയ്ക്കൊക്കെ വിളിച്ചുകൊണ്ട് പോവുകയും അങ്ങനെയാണ് ഞാൻ ഈ വിശ്വാസത്തിൽ വന്നത്. അതിനുശേഷം എൻ്റെ ഹസ്ബൻഡിന് 1 വർഷത്തിന് ശേഷം സൗദിയിൽ കടന്നു വരുവാനും ഒക്കെ ഇടയാക്കി. ഞങ്ങൾ കുടുംബമായി ആ ദേശത്തായിരുന്നു. എന്നാൽ ഞാൻ ഈ വിശ്വാസത്തിലൊക്കെ ആയിരുന്നെങ്കിലും എൻ്റെ ഹസ്ബൻഡ് ഒരു 2-3 വർഷത്തിന് ശേഷമാണ് ഈ സത്യം അറിയുവാനും ഈ സത്യത്തിലേക്ക് കടന്നു വരുവാനൊക്കെ ദൈവം ഇടയാക്കിയത്. അങ്ങനെ ഞാൻ ഏകദേശം 5 വർഷം അവിടെ ഉണ്ടായിരുന്നു. അവിടെ ഞാൻ മിലിറ്ററി ഹോസ്പിറ്റലിലാണ് വർക്ക് ചെയ്തിരുന്നത്. അവിടുത്തെ റൂൾ അനുസരിച്ച് അത് 2000-ലാണ് 1999-ലാണ് ഞാൻ അവിടെ കടന്നു ചെല്ലുന്നത്. ആ സമയത്തൊക്കെ ആ മിലിറ്ററി ഹോസ്പിറ്റലിന്റെ റൂൾ അനുസരിച്ച് പ്രഗ്നന്റ് ആകാൻ പറ്റത്തില്ലായിരുന്നു. അങ്ങനെ ഞങ്ങളൊരു 5 വർഷം ഞാൻ അവിടെ നിന്നു. 5 വർഷത്തിന് ശേഷം പ്രഗ്നന്റ് ആയി. അങ്ങനെ എന്നെ അവിടെ ടെർമിനേറ്റ് ചെയ്യുവാനും അവിടുന്ന് ഞാൻ നാട്ടിൽ കടന്നു വരുവാനൊക്കെ ദൈവം ഇടയാക്കി. ഞാൻ രണ്ടാമത്തെ പ്രഗ്നൻസി ലാണ് നാട്ടിലേക്ക് കടന്നു വരുന്നത്. ആ സമയത്ത് 8 മാസം 7 മാസം കഴിഞ്ഞപ്പോഴാണ് ഞാൻ സൗദിയിൽ നിന്ന് നാട്ടിൽ വരുന്നത്. നാട്ടിൽ വന്ന 1 മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ ആ കുഞ്ഞ് മരിച്ചു പോകുവാനും അങ്ങനെ ഡെലിവറി ആകുവാനും ഒക്കെ ഇടയാക്കി. പക്ഷെ ദൈവത്തിന്റെ പ്ലാനും പദ്ധതിയും ആയിരുന്നെന്ന് പിന്നീട് എനിക്ക് മനസ്സിലായി. ദൈവം ആ വഴി അവിടെ അടഞ്ഞെങ്കിലും അതിലും വിശാലമായ വാതിലുകളെ ദൈവം തുറന്നു. ആം, ആ, ഈ ദേശത്തേക്ക് കടന്നു വരുവാൻ 2005 ദൈവം ഇടയാക്കി. അങ്ങനെ ഞാൻ ആദ്യം ഇവിടെ കടന്നു വന്നു. ഞങ്ങൾ കടന്നു വന്ന് നോർത്തേൺ അയർലൻഡ് എന്ന ദേശത്ത്, UK തന്നെ പാർട്ടാണിത്. നോർത്തേൺ അയർലൻഡിൽ 2005 കടന്നു വരുവാനും ദൈവത്തിന്റെ വാഗ്ദത്ത പ്രകാരം ഇവിടെ ആയിരിക്കാനും ഇവിടെയുള്ള ഒരു ചെറിയൊരു ചർച്ചൊക്കെ ഉണ്ടായിരുന്നു. ചർച്ചിനോട് കൂടി ഞങ്ങൾക്ക് ആരാധിക്കുവാനും ഒക്കെ ദൈവം അവസരങ്ങളെ തന്നു. അതിനുശേഷം എൻ്റെ മൂത്ത മോളും ഹസ്ബൻഡും ഒക്കെ ഇവിടേക്ക് കടന്നു വരുവാനൊക്കെ സഹായിച്ചു. ഞങ്ങള് പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടോ പ്രയാസമോ ഒന്നുമില്ലായിരുന്നു. ഞങ്ങള് സൗദിയിലായിരുന്നെങ്കിലും നല്ല നിലയിൽ തന്നെ ഞങ്ങള് മിലിറ്ററി ഹോസ്പിറ്റലിൽ രണ്ടുപേരും വർക്ക് ചെയ്തു. അങ്ങനെ ഇവിടെ കടന്നു വന്ന് ഒരു ബുദ്ധിമുട്ടോ പ്രയാസമോ ഒന്നും ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ അനുഭവിച്ചിട്ടില്ല. വളരെ സന്തോഷമായിട്ട് സമാധാനത്തോടെ കുടുംബജീവിതം നയിച്ചു പോയി. അതിനുശേഷം ഞങ്ങൾക്ക് ഇവിടെ വന്നതിന് ശേഷം 2 കുഞ്ഞുങ്ങളുണ്ടായി. അങ്ങനെ 3 മക്കളാണ് ഞങ്ങൾക്കുള്ളത്. എൻ്റെ മൂത്ത മോക്ക് 26 വയസ്സുണ്ട്. അവളെ കെട്ടിച്ചു. അവൾക്കൊരു കുഞ്ഞുമുണ്ട് ഇപ്പം. അവള് ഇവിടെ ഞങ്ങളുടെ അടുത്ത് തന്നെയാണ് താമസിക്കുന്നത്. അവളുമുണ്ട്. ബാക്കി 2 മക്കള് ഇവിടെ പഠിക്കുന്നു. ഒരാള് യൂണിവേഴ്സിറ്റിയിൽ, ഒരാളിവിടെ 10ാം ക്ലാസ്സിൽ മോന് പഠിക്കുന്നു. അങ്ങനെ ഞങ്ങൾ സന്തോഷമായിട്ട് ഞങ്ങളുടെ ജീവിതം കടന്നു പോകുന്നു. ജോലിയിലൊക്കെ ആണേലും ഒരു ബുദ്ധിമുട്ടോ പ്രയാസമോ ഒന്നുമില്ല. ഞാൻ ഒരു നഴ്സായിട്ട്, ഡയാലിസിസ് നഴ്സായിട്ടാണ് ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. നല്ല നിലയിൽ തന്നെ എല്ലാം വളരെ സ്മൂത്തായിട്ട് കടന്നു പോകുന്ന ഒരവസ്ഥ. അങ്ങനെയാണ് കഴിഞ്ഞ വർഷം, അതായത് 2024 ജൂണിൽ ഞങ്ങൾ നാട്ടിൽ കടന്നുപോയി. നാട്ടിൽ കടന്നു ചെന്നപ്പോൾ മുതൽ എനിക്ക് നടുവിന് ചെറിയ വേദനയുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഓർത്തു, ഈ വേദന നാട്ടിൽ ഇങ്ങനെ ട്രാവൽ ചെയ്യുന്നതിൻ്റെ ആയിരിക്കും. നാട്ടിലെ വഴികളൊക്കെ ഒത്തിരി മോശമാണല്ലോ, അപ്പൊ അതിൻ്റെയൊക്കെ ആയിരിക്കും. എന്നും യാത്രയായിരുന്നു, അതുകൊണ്ടൊക്കെ ആയിരിക്കും. അങ്ങനെ ഇതിനു മുമ്പ് എനിക്കൊരു വേദനയോ ഒരു ബുദ്ധിമുട്ടോ എൻ്റെ ശരീരത്തിൽ ഒരു രോഗമോ ഒന്നുമില്ല. ഞാൻ വളരെ ആരോഗ്യവതിയായിട്ട് വീട്ടിലെ ജോലികളും എല്ലാം ഒരു നോർമലായിട്ടുള്ള ഒരു പേഴ്സൺ എടുക്കുന്നതിലും കൂടുതൽ ജോലി ഞാൻ എടുക്കും. ജോലിയിലാണെങ്കിലും എല്ലായിടത്തും എനിക്ക് നല്ല ആരോഗ്യത്തോടെ ദൈവം എന്നെ നടത്തുകയായിരുന്നു. അപ്പോൾ ഞാൻ ഒരിക്കലും ചിന്തിച്ചില്ല ഇതെനിക്കൊരു ആണെന്ന്. ഇങ്ങനെ ട്രാവൽ ചെയ്യുന്നതിൻ്റെ ആയിരിക്കുമെന്ന് ഓർത്തു. ചില ദിവസങ്ങളിൽ നല്ല വേദന അനുഭവപ്പെടുമ്പോൾ ഞാൻ പെയിൻ കില്ലർ എടുക്കും. അങ്ങനെ ആ പെയിൻ ഒന്ന് സെറ്റ് ആവും.
പിന്നെയും പിറ്റേ ദിവസം യാത്ര ചെയ്യും. അങ്ങനെ ഞങ്ങള് ജൂലൈ 15-ാം തീയതി നാട്ടിൽ നിന്ന് ഞങ്ങൾ ദേശത്ത് കടന്നു വന്നു. വെക്കേഷൻ കഴിഞ്ഞ് ഞങ്ങൾ കടന്നു വന്നു. എന്നാലും ആ വേദന ഇങ്ങനെ കണ്ടിന്യൂസ് നിൽക്കുവാണ്. റെസ്റ്റ് എടുത്തിട്ടും ഒന്നും മാറുന്നില്ല. പക്ഷെ എനിക്ക് സഹിക്കാവുന്ന വേദനയൊക്കെ ഉള്ളൂ. അങ്ങനെ ഞാൻ ആ ജോലിക്ക് കടന്നുപോയി. ആ വേദന വെച്ചുകൊണ്ട് ഞാൻ ജൂലൈ മാസം മുതൽ ഏകദേശം ഒക്ടോബർ മാസം വരെ ഞാൻ ജോലി ചെയ്തു. ജോലിയിലൊക്കെ ഞാനിങ്ങനെ ഇരുന്നിട്ട് എഴുന്നേൽക്കുമ്പോഴൊക്കെ എനിക്ക് നടുവിന് നല്ല വേദനയുണ്ട്. പക്ഷെ അത് നേരെ ഒന്ന് സ്ട്രെയിറ്റ് ആയി കഴിയുമ്പോൾ ആ വേദനയില്ല. പിന്നെ എനിക്ക് എന്ത് ജോലി വേണേലും ചെയ്യാം. അങ്ങനെയൊക്കെ ആയിരുന്നു. അങ്ങനെ കടന്നുപോയി. ആം, പക്ഷെ ഓരോ ദിവസവും എൻ്റെ വേദന കൂടിക്കൊണ്ടിരിക്കുവാണ്. പക്ഷെ ഞാൻ ഇതൊന്നും കാര്യമാക്കുന്നില്ല. ഞാൻ ഈ വേദന വെച്ചുകൊണ്ട് പെയിൻ കില്ലറൊക്കെ എടുക്കും. അങ്ങനെയൊക്കെ കൊണ്ടുപോയി ഒരു ദിവസം രാവിലെ ഞാൻ എഴുന്നേറ്റപ്പോൾ എനിക്ക് ആം, എന്നാ, നേരെ നിൽക്കാൻ വയ്യാത്തതുപോലെ, കാല് കുത്തി നടക്കാൻ വയ്യാത്തതുപോലെ അതിശക്തമായ വേദന എൻ്റെ ഇടത്തെ കാലിലേക്ക് അനുഭവപ്പെടുവാൻ ഇടയായി. എനിക്കൊന്ന് നടന്ന് ടോയ്ലറ്റിൽ പോകുവാൻ പോലും പറ്റാത്ത ഒരവസ്ഥ. അതുപോലെ തന്നെ ഇങ്ങനെ നെർവ് കംപ്രസ് ചെയ്യുന്ന ഒരു വേദന എനിക്ക് അനുഭവപ്പെടുവാൻ ഇടയായി. ഞങ്ങനെ ഇരുന്ന് വീലുള്ള ചെയറിൽ ഇരുന്നു കൊണ്ട് തന്നെ ടോയ്ലറ്റിൽ കൊണ്ടുപോയി. അങ്ങനെ തിരിച്ച് ഞാൻ ബെഡിൽ വന്ന് കിടന്നു. പെയിൻ കില്ലറൊക്കെ എടുത്തു. പക്ഷെ ഇവിടെ ഞാൻ ഇതിനോടിടയ്ക്ക് ഞാൻ 1-2 പ്രാവശ്യം GP ഒക്കെ കാണാൻ ഇവിടെ പോയി, ഡോക്ടറെ ഒക്കെ കണ്ടു. പക്ഷെ അവര് പറഞ്ഞു അത് സയാറ്റിക് പെയിൻ ആണ് എന്നും പറഞ്ഞ് എന്നെ ഫിസിയോയ്ക്ക് റെഫർ ചെയ്യുകയൊക്കെ ചെയ്തു. അങ്ങനെ ഫിസിയോതെറാപ്പിയും ചെയ്തു. എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ വേദന ഇങ്ങനെ കൂടി വന്നു കഴിഞ്ഞപ്പോഴത്തേന് ഞാൻ പെയിൻ കില്ലർ എടുത്തു. പിന്നെ ഇവിടുത്തെ മെഡിക്കൽ സിസ്റ്റം അനുസരിച്ച് വളരെ ബുദ്ധിമുട്ടാണ് നമുക്ക് ഡോക്ടറെ ഒക്കെ കാണാൻ. ഒരു അപ്പോയിന്റ്മെന്റ് ലഭിക്കണമെങ്കിൽ മാസങ്ങൾ വർഷങ്ങൾ നമ്മൾ നോക്കിയിരിക്കണം. അത് അങ്ങനെ ആ ബുദ്ധിമുട്ടൊക്കെ ഓർത്ത് ഞാൻ വീട്ടിൽ തന്നെ പെയിൻ കില്ലറൊക്കെ എടുത്ത് ഇങ്ങനെ കിടന്നു. അതിനുശേഷം നാട്ടിൽ നിന്ന് ഡോക്ടറെ കൺസൾട്ട് ചെയ്തു. അങ്ങനെ ബെഡ് റെസ്റ്റ് എടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഒരാഴ്ചയോളം ബെഡ് റെസ്റ്റ് എടുത്തു. എന്നാലും ഈ വേദനയ്ക്കൊന്നും ഒരു കുറവുമില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ ഹസ്ബൻഡ് ഇവിടെ ഓർത്തോപെഡിക് വാർഡിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവിടെയുള്ള ഡോക്ടേഴ്സിനോട് ഇങ്ങനെ സംസാരിച്ചു. ഇങ്ങനെ എനിക്ക് വേദനയാണ്, എന്താ ചെയ്യണ്ടേന്ന് ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു, അവളോട് പറ ANEയിൽ ഇവിടെ എമർജൻസിയിൽ വരാൻ പറ, ഞാനാണ് ഓൺ കോള്. അവിടെ വന്നു കഴിയുമ്പോൾ ഇങ്ങനെ സിംറ്റംസ് ഒക്കെ ഒത്തിരി ഉണ്ട്. പിന്നെ കാലിന് സെൻസേഷൻ കുറവാണെന്നും ഇൻകോണ്ടിനൻസ് ഉണ്ടെന്നും അങ്ങനെയൊക്കെ പറയണം. എന്നാലേ അവരത് സീരിയസ് ആയിട്ട് എടുക്കത്തുള്ളൂ. ഇല്ലെങ്കിൽ അവിടെയും പെയിൻ കില്ലർ തന്ന് അവളെ പറഞ്ഞു വിടും. അതുകൊണ്ട് ഇന്ന സിംറ്റംസ് ഉണ്ട് എന്ന് പറയണമെന്ന് പറഞ്ഞു. അങ്ങനെയെല്ലാം ആ ഡോക്ടർ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു. അതും പ്രകാരം ഞാനും എൻ്റെ മൂത്ത മോളും കൂടെ ഞങ്ങൾ എമർജൻസിയിൽ കടന്നുപോയി. ഒരു ദിവസം 3-3:30 ആയപ്പോഴാണ് ഞങ്ങൾ ഇവിടുന്ന് കടന്നു പോകുന്നത്. അവിടെ ചെന്ന് എമർജൻസിയിൽ ഇരുന്നു. പെട്ടെന്ന് തന്നെ സാധാരണ ഒരു 6-7 മണിക്കൂറൊക്കെ വെയിറ്റ് ചെയ്യണം നമുക്ക് അവിടെ ഡോക്ടറെ കാണണമെങ്കിൽ. എന്നാൽ ദൈവത്തിന്റെ കൃപയാൽ എനിക്ക് പെട്ടെന്ന് തന്നെ ഡോക്ടറെ കാണുവാനൊക്കെ ദൈവം അവിടെ അവസരങ്ങളെ ഒരുക്കി തന്നു. അങ്ങനെ ദൈവം എന്നെ കണ്ടു. ER ഡോക്ടറിനെ കണ്ടപ്പോൾ പറഞ്ഞു ഇത് ഓർത്തോപെഡിക് ടീമിന് റെഫർ ചെയ്യണം. അങ്ങനെ ഓർത്തോപെഡിക് ടീമിന് റെഫർ ചെയ്തു. അപ്പോൾ ഈ സാജന്, എൻ്റെ ഹസ്ബൻഡിന്റെ പേര് സാജൻ എന്നാണ്, സാജൻ പറഞ്ഞു വെച്ചിരിക്കുന്ന ഡോക്ടർ തന്നെയാണ് എന്നെ കാണാൻ വരുന്നത്. ബ്ലീപ്പ് ചെയ്തപ്പോൾ അപ്പം ഡോക്ടർ കണ്ടിട്ട് ഉടനെ MRI എടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ MRI എടുത്തു. MRI എടുത്ത അപ്പോഴൊക്കെ എന്നോട് ഡോക്ടർ ചോദിക്കുന്നുണ്ട്, നീ എവിടെയെങ്കിലും വീണിട്ടുണ്ടോ? എന്തെങ്കിലും ഇല്ല, എനിക്ക് അങ്ങനെ ഞാൻ വീണതായിട്ടോ അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ഹെവി ലിഫ്റ്റിങ്ങോ അങ്ങനെ ഒന്നും ചെയ്തതായിട്ടൊന്നും ഒരു ഓർമ്മ എനിക്ക് കിട്ടുന്നില്ല. അങ്ങനെ MRI എടുത്തപ്പോഴാണ് അറിയുന്നത് എൻ്റെ സ്പൈനൽ ബോണിന് ഫ്രാക്ചർ ഉണ്ടെന്ന്. L5 അത് കംപ്ലീറ്റ് ഫ്രാക്ചർ ആയിട്ട് അതിങ്ങനെ കൊളാപ്സ് ആയിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് MRI റിപ്പോർട്ടിൽ വന്നത്. അപ്പോൾ MRI ടേബിളിലാണെങ്കിലും റേഡിയോളജിസ്റ്റ് എന്നോട് ചോദിക്കുന്നുണ്ട്, നീ എവിടെയെങ്കിലും വീണിട്ടുണ്ടോ, നീ എവിടെയെങ്കിലും ഇടിച്ചിട്ടുണ്ടോ എന്തൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് ഒരു ഓർമ്മയും കിട്ടുന്നില്ല. അപ്പോൾ ഞാൻ നാട്ടിൽ ചെന്നപ്പോൾ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഓർക്കുന്നത്. നാട്ടിൽ ചെന്നപ്പോൾ ഞാൻ സ്റ്റെപ്പ് മേളിൽ നിന്ന് താഴോട്ട് ഇറങ്ങിയ സമയത്ത്
സ്റ്റെപ്പിൽ നിന്ന് സ്ലിപ്പായായിരുന്നു. അന്ന് എനിക്ക് നല്ല വേദന ഉണ്ടായിരുന്നു നടുവിന്. പക്ഷേ ഈ ഡോക്ടർ ചോദിക്കുമ്പോഴൊന്നും ഈ കാര്യങ്ങളൊന്നും ഞാൻ ഓർക്കുന്നേ ഇല്ല. ദൈവം അവിടെ എല്ലാം മറവി തന്നതാണെന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. കാരണം ഞാൻ അത് പറഞ്ഞിരുന്നെങ്കിൽ എനിക്ക് മുന്നോട്ടൊരു ഇൻവെസ്റ്റിഗേഷൻസും അവർ ചെയ്യത്തില്ലായിരുന്നു. അങ്ങനെ ഞാൻ ആ സമയത്തൊന്നും എനിക്ക് ഒരു ഓർമ്മയും വന്നില്ല. ഇതെല്ലാം കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോഴാണ് ഞാൻ ഓർക്കുന്നത്, ഇങ്ങനെ ഒന്ന് വീണിട്ടുണ്ടായിരുന്നല്ലോ സ്റ്റെപ്പിൽ നിന്ന്, അതൊക്കെ ഓർക്കുന്നത്. അപ്പോൾ ഡോക്ടേഴ്സ് ഈ റിപ്പോർട്ടുമായിട്ട് ഞങ്ങളുടെ അടുത്ത് കടന്നു വന്നിട്ട് പറഞ്ഞു, ഇങ്ങനെ ഫ്രാക്ചർ ഉണ്ട്, അപ്പോൾ ഇത് വീണ ഹിസ്റ്ററി ഒന്നുമില്ല, അതുകൊണ്ട് ഇതൊരു പതോളജിക്കൽ ഫ്രാക്ചർ ആണല്ലോ, അപ്പം നമുക്ക് ഫർദർ ഇൻവെസ്റ്റിഗേഷൻസ് ഒക്കെ നടത്തണം, ഇതിന്റെ റീസൺ എന്താണെന്നുള്ളത് കണ്ടുപിടിക്കണമല്ലോ എന്നൊക്കെ ഞങ്ങൾക്ക് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു. അപ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ പറയുന്നുണ്ട്, എനിക്ക് അപ്പോൾ ഒത്തിരി ടെസ്റ്റുകളൊക്കെ അവർ ചെയ്യുന്നുണ്ട്, എനിക്ക് ബ്ലഡ് ഒക്കെ എടുക്കുന്നു, മൈലോമ സ്ക്രീൻ ഒക്കെ എടുക്കുന്നു. ഞാനപ്പോൾ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്, എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നത്? എൻ്റെ ശരീരത്തിൽ ഒരു സിംറ്റമോ അല്ലെങ്കിൽ ഒരു മുന്നറിയിപ്പോ ഇതിനെക്കുറിച്ചൊന്നും എൻ്റെ ശരീരത്തിൽ ഇന്നേ വരെ എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. പിന്നെ എന്തിനാണ് ഇവർ ഈ ബ്ലഡ് ഒക്കെ എടുക്കുന്നത്? ഞാനിങ്ങനെ മനസ്സിൽ ചിന്തിക്കുകയാണ്, മനസ്സിൽ ചിന്തിച്ച് ഞാൻ ചിരിക്കുവാണ്. എന്ന് പറഞ്ഞാൽ സാറ് ചിരിച്ചതുപോലെ ഞാൻ ഇങ്ങനെ ചിരിക്കുവാണ്. എന്തിനാണോ ഈ ടെസ്റ്റ് ഒക്കെ എടുക്കുന്നത്? എനിക്ക് അങ്ങനെ ഒരു കുഴപ്പമില്ലല്ലോ എന്നൊക്കെ ഓർത്ത് ഞാൻ ഇങ്ങനെ ചിന്തിച്ച് ഇരിക്കുകയാണ്. എന്തേലും ആട്ടെ, അവർ ചെയ്യാനുള്ളത് ചെയ്യട്ടെ എന്ന് ചിന്തിച്ച് ഞങ്ങൾ അവിടെ ഇരുന്നു. അപ്പോൾ എന്നെ അഡ്മിറ്റ് ചെയ്യാനായിട്ട് അവിടെ തന്നെ ഇരുത്തിയിരിക്കുകയാണ്. ഈ മറയെടുത്തതിന് ശേഷം അങ്ങനെ ബെഡിന് വേണ്ടിയിട്ട് ഞാൻ 3 ദിവസം ആ ഏനയിൽ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. വീൽ ചെയറിൽ തന്നെ അങ്ങനെ ഇരിക്കുകയാണ്. മോർഫിൻ ഇഞ്ചക്ഷൻ ഒക്കെ തന്ന് എന്നെ അവിടെ ഇരുത്തിയിരിക്കുകയാണ്. എന്താണേലും ദൈവത്തിന്റെ കൃപയാലും 3-ാമത്തെ ദിവസം എനിക്ക് ബെഡ് ലഭിക്കുവാനും അങ്ങനെ എന്നെ അഡ്മിറ്റ് ആക്കുവാനും ഒക്കെ ദൈവം സഹായിച്ചു. അതിനുശേഷം അവര് ബ്ലഡിന്റെ റിസൾട്ട് വന്നപ്പോൾ എൻ്റെ മൈലോമ സ്ക്രീൻ എല്ലാം എലിവേറ്റഡ് ആയിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ അവരതിന് ഓൺകോളജിക്ക് റെഫർ ചെയ്തു. അപ്പോൾ ഓൺകോളജിക്ക് റെഫർ ചെയ്തു. അപ്പോഴും എൻ്റെ മനസ്സിൽ ഇങ്ങനെ അങ്ങനെ ഒരു രോഗം എൻ്റെ ശരീരത്തിൽ ഉണ്ടെന്ന് ഞാൻ ഒരിക്കലും ചിന്തിക്കുന്നു പോലുമില്ല. ഓൺകോളജിയിൽ റെഫർ ചെയ്തു. അവര് അവിടെ നിന്നും പല ടെസ്റ്റുകളെല്ലാം ചെയ്തു. മൈലോമ വേറെ ഒത്തിരി ടെസ്റ്റുകളൊക്കെ ചെയ്തു. ബോൺമാരെ എടുത്തപ്പോഴും ഒക്കെ അവരപ്പോൾ ഡോക്ടേഴ്സ് എല്ലാം സംസാരിക്കുന്നത് 100% കൺഫേം ആയ രീതിയിലാണ്. എന്നാലും എൻ്റെ മനസ്സിൽ എനിക്ക് അങ്ങനെ ഒരു ചിന്തയോ എൻ്റെ ശരീരത്തിൽ അങ്ങനെ ഒരു സിംറ്റമോ കാണിക്കാത്തതുകൊണ്ട് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല എനിക്കൊരു ഈ മൈലോമ എന്ന രോഗം എൻ്റെ ശരീരത്തിൽ ഉണ്ടെന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. ഈവൻ എൻ്റെ ബയോപ്സി എടുക്കുമ്പോൾ പോലും ഞാൻ വളരെ കൂളായിട്ട് തന്നെയാണ് കടന്നുപോയത്. അങ്ങനെ ഏകദേശം ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ആ ബയോപ്സിയുടെ റിസൾട്ട് കടന്നു വന്നു. ബോൺമാരോ ബയോപ്സിയുടെ റിസൾട്ട് കടന്നു വന്നു. അപ്പോൾ ഞങ്ങളെ ഡോക്ടർ വിളിച്ചു. അപ്പോൾ എന്നെ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലൊക്കെ വിട്ടു. അത് കഴിഞ്ഞ് ഈ റിസൾട്ട് കടന്നു വന്നപ്പോൾ ഡോക്ടറിന്റെ സെക്രട്ടറിയാണ് എന്നെ വിളിക്കുന്നത്. നീ നാളെ മീറ്റിങ്ങിന് കടന്നു വരണം, ഓൺകോളജി ഡോക്ടറിന്റെ ആയിട്ടുള്ള മീറ്റിംഗ് ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോഴെനിക്ക് മനസ്സിലായി എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് എന്ന്. അങ്ങനെ ഞാൻ ഇതെല്ലാം മനസ്സിൽ ഇങ്ങനെ വെച്ചു. എൻ്റെ ഹസ്ബൻഡ് അന്ന് വർക്കിങ്ങിലാണ്, മോള് അവരെല്ലാം ഡ്യൂട്ടിക്കൊക്കെ പോയിരിക്കുന്നു, സ്കൂളിൽ പോയിരിക്കുന്നു. ഞാനാണ് ഈ കോള് റിസീവ് ചെയ്തത്. അപ്പോൾ ഞാനിതെങ്ങനെ എൻ്റെ ഹസ്ബൻഡിനോട് പറയും എന്നോർത്ത് ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ടൊന്നും ഞാൻ പറഞ്ഞില്ല മീറ്റിങ്ങിന് വിളിച്ചിട്ടുണ്ടെന്ന്. കാരണം അവരന്ന് ബയോപ്സിയുടെ റിസൾട്ട് വരുമ്പം വിളിക്കുമെന്ന് പറഞ്ഞായിരുന്നു. എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങളെ വിളിക്കും, ഇല്ലെങ്കിൽ ഉടനെ വിളിക്കത്തില്ല എന്ന് പറഞ്ഞപ്പം പെട്ടെന്ന് തന്നെ വിളിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി പ്രശ്നമുണ്ടെന്ന്. ഞാനിതെങ്ങനെ വീട്ടിൽ പറയും, എൻ്റെ കുഞ്ഞുങ്ങളോട് എങ്ങനെ പറയും എന്നൊക്കെ ഓർത്ത് ഞാനിങ്ങനെ മനസ്സിൽ ഭാരപ്പെട്ടുകൊണ്ടിരുന്നു. പക്ഷെ രാത്രിയായപ്പോൾ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു, അവിടുന്ന് ഡോക്ടർ വിളിച്ചിട്ടുണ്ടായിരുന്നു, നാളെ 5 മണിക്ക് മീറ്റിങ്ങിന് ചെല്ലണമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് മീറ്റിങ്ങിന് കടന്നുപോയി. ഞാനും എൻ്റെ മൂത്ത മോള് അവളും ഉണ്ടായിരുന്നു. എൻ്റെ ഞാനും ഞങ്ങൾ 3 പേരും കൂടാണ് മീറ്റിങ്ങിന് കടന്നു പോകുന്നത്. അവിടെ ഞങ്ങളെ ഡോക്ടർ കയറ്റി റൂമിലിരുത്തിയിട്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞ് എൻ്റെ റിസൾട്ടുകളെല്ലാം ഇങ്ങനെ സ്ക്രീനിലെടുത്ത് കാണിച്ചുകൊണ്ട് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് പറയുവാണ്, നിനക്ക് മൾട്ടിപ്പിൾ മൈലോമ എന്ന രോഗമാണ്,
എന്ന് ഡയഗ്നോസ് ചെയ്യുവാനിടയായി. ഇനിയും ഇതിന്റെ അതിന്റെ കോൺസിക്വൻസ്, അങ്ങനെ മുന്നോട്ടുള്ള കാര്യങ്ങൾ എല്ലാം ഏകദേശം 1 മണിക്കൂറോളം ഞങ്ങളെ ഇരുത്തി എല്ലാ കാര്യങ്ങളും ഞങ്ങളോട് പറഞ്ഞു തന്നു. ഇതിന് ട്രീറ്റ്മെന്റ് എടുക്കണം, ട്രീറ്റ്മെന്റ് എടുക്കാതിരുന്നാൽ ഇനിയും ഫർദർ സ്ട്രക്ചർ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാനിങ്ങനെ ചിന്തിക്കുകയാണ്, ദൈവമേ, ഇതെങ്ങനെ എൻ്റെ ശരീരത്തിൽ ഇത് ഉണ്ടായി? ഇതിനു മുന്നമേ ഒരു സിംറ്റവും എൻ്റെ ശരീരത്തിലില്ല, ഒരു മുന്നറിയിപ്പും ഇല്ലാതെ ഈ രോഗം എങ്ങനെ ശരീരത്തിൽ കടന്നു വന്നു എന്നിങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്. പക്ഷെ ദൈവം ആ സമയത്തൊക്കെ വളരെ ബലത്തോടെ ശക്തിയോടെ ഞങ്ങൾ ഇരുത്തി ആ റൂമിൽ ഡോക്ടേഴ്സ് ഇങ്ങനെ പറഞ്ഞു, ഇതിന് ട്രീറ്റ്മെന്റ് എടുക്കണം. അതിനും 6 സൈക്കിള് ട്രീറ്റ്മെന്റ് ആണ്, 6 മാസത്തെ ട്രീറ്റ്മെന്റ് ഉണ്ട്. അതിനുശേഷം സ്റ്റെം സെൽ ട്രാൻസ്പ്ലാന്റ് ചെയ്യണം. അത് ഏകദേശം 1 മാസം എടുക്കും അതിന് ട്രീറ്റ്മെന്റ്. അതിന് നമ്മൾ ഇവിടെ ഇല്ല, ഞങ്ങളുടെ ഈ ഹോസ്പിറ്റലിൽ ഇല്ല. ഇവിടുന്ന് ഏകദേശം 1.5 മണിക്കൂർ യാത്ര ചെയ്ത് ബെൽഫാസ്റ്റ് എന്ന് പറയുന്ന സ്ഥലത്താണ്, അവിടെ ആ ഒരു ഹോസ്പിറ്റലിലാണ് ഈ ട്രീറ്റ്മെന്റ് എടുക്കുന്നത്. അവിടെ നമ്മൾ 1 മാസം പോയി അഡ്മിറ്റ് ആകണം. അതിനുശേഷം അതിൽ നിന്ന് റിക്കവർ ആകണമെങ്കിൽ 2-3 മാസം എടുക്കും എന്നൊക്കെ ഇങ്ങനെ എല്ലാ കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്തു. പിന്നെ റേഡിയോ തെറാപ്പി എടുക്കണം, അതെല്ലാം പറഞ്ഞു. ഇങ്ങനെയെല്ലാം പറഞ്ഞിട്ട് ഞങ്ങൾക്ക് ഡേറ്റ് തന്നു, ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാനുള്ള ഡേറ്റ് തന്നു. അങ്ങനെ ഞങ്ങൾ ആ റൂമിൽ ഇരുന്നു. ആ സമയത്തൊക്കെ എനിക്ക് അങ്ങനെ വലിയ ഭാരമൊന്നും എൻ്റെ മനസ്സിൽ തോന്നിയില്ല. ദൈവം എന്നെ എല്ലാം അവിടെ എല്ലാം ബലപ്പെടുത്തി ശക്തീകരിച്ചു. അവിടുന്ന് റൂമിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ വലിയ എന്താ പറയുന്നത്, എന്തോ വലിയൊരു ഭാരം പോലെ എൻ്റെ മനസ്സിന് ഇങ്ങനെ കടന്നു വന്നു. കർത്താവേ, ഇതെന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു, ഇതെന്തുകൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെ കടന്നു വന്നു എന്നൊക്കെ ഓർത്ത് ഞാൻ ഒത്തിരി ഭാരപ്പെട്ടു. അന്നേരം എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു, ദൈവം അറിയാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുകയില്ല. ദൈവം അറിയാതെയല്ല നമ്മുടെ തലയിൽ ഒരു തലമുടി നാര് പോലും പൊഴിയുന്നത്. അതുകൊണ്ട് ദൈവഹിതത്തിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുക. കർത്താവിന്റെ ഹിതം എന്താണോ അതുപോലെ നടക്കട്ടെ. ഡോക്ടേഴ്സ് എക്സ്പ്ലെയിൻ ചെയ്തെല്ലാം പറഞ്ഞപ്പോൾ ഇനിയും അധികം നാൾ ഞാൻ ജീവിച്ചിരിക്കത്തില്ല, ഇനി കൂടി വന്നാൽ 2 വർഷം അല്ലെങ്കിൽ 5 വർഷം, അതിനപ്പുറം എന്നൊക്കെയുള്ള രീതിയിലാണ് ഡോക്ടേഴ്സ് സംസാരിച്ചത്. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ഇങ്ങനെ പറഞ്ഞു, ദൈവത്തിന്റെ ഹിതം എന്താണ് അതുപോലെ നടക്കട്ടെ, കൂടി വന്നാൽ മരിച്ചു പോകുമായിരിക്കും, അതിൽ കൂടുതൽ ഒന്നും വരാനില്ലല്ലോ, ദൈവഹിതത്തിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കാം എന്ന് പറഞ്ഞ് സമാധാനത്തോടെ ഞങ്ങൾ ആ റൂമിൽ നിന്നിറങ്ങി പുറത്തു വന്നു. അപ്പോൾ ദൈവത്തോട് ഞാൻ ഇങ്ങനെ ചോദിച്ചു, കർത്താവേ, ഇത് എന്തുകൊണ്ടാണ് ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്ന് ചോദിക്കുവാനിടയായി. എന്നാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അപ്പോൾ തന്നെ എന്നോട് ഇടപെട്ട ഒരു വചനമാണ് യെശയ്യാ 41:10 വാക്യം. നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. നീ ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ ബലപ്പെടുത്തും. എൻ്റെ നീതിയുള്ള വലം കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങി നടത്തുമെന്നുള്ള ആ വചനം എൻ്റെ ഹൃദയത്തിൽ ദൈവം അവിടെ തന്നെ തന്നു. ഞാനിങ്ങനെ ആ വചനം ഇങ്ങനെ എൻ്റെ ഹൃദയത്തിൽ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ അവിടെ ഇരിക്കുകയായിരുന്നു. അതിനുശേഷം ഞങ്ങൾ ഭവനത്തിൽ കടന്നു വന്നു. എൻ്റെ കുഞ്ഞുങ്ങളോടൊക്കെ കാര്യങ്ങളെല്ലാം പറഞ്ഞു. അവരും എല്ലാം ഭാരപ്പെട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ മൂത്ത മോള് പറഞ്ഞില്ല, മമ്മിക്ക് ഒരു അസുഖമില്ല മമ്മി, ഞാനത് വിശ്വസിക്കുന്നില്ല മമ്മി, ഒന്നും ഓർത്ത് ഭാരപ്പെടേണ്ട, ഈ ഒരു അസുഖം മമ്മിക്കില്ല, ഞാനത് വിശ്വസിക്കത്തില്ല എന്ന് അവൾ ഇങ്ങനെ പറഞ്ഞു. അപ്പോഴൊക്കെ അവരുടെ വിശ്വാസം കണ്ടപ്പോൾ എനിക്ക് കുറച്ചും കൂടെ ഉറപ്പും ധൈര്യവുമായി. അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. അതിനുശേഷം എനിക്ക് പിറ്റേ ദിവസം തന്നെ ഞങ്ങളെ ട്രീറ്റ്മെന്റിനുള്ള ഡേറ്റും ഒക്കെ തന്നു. അതൊക്കെ ദൈവത്തിന്റെ വലിയ അത്ഭുതമാണ്, പറഞ്ഞാൽ തീരത്തില്ല. അതുപോലെ, കാരണം നമ്മൾ ചിലപ്പോൾ മാസങ്ങൾ നോക്കി ഇരിക്കണം അങ്ങനെ ഒരു അപ്പോയിന്റ്മെന്റ് ഒക്കെ ലഭിക്കണമെങ്കിൽ. എന്നാൽ കടന്നു ചെന്നിടത്തെല്ലാം കർത്താവിന്റെ സാന്നിധ്യം അനുഭവിക്കുവാന് ഞങ്ങൾക്കിടയാക്കി. പിറ്റേ ദിവസം തന്നെ ദൈവം അവിടെ ഞങ്ങൾക്ക് അപ്പോയിന്റ്മെന്റ് തന്നു. ട്രീറ്റ്മെന്റിനുള്ള എല്ലാ കാര്യങ്ങളും ആ ഡോക്ടേഴ്സ് ക്രമീകരിച്ചു. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ ഇവിടുന്ന് ട്രീറ്റ്മെന്റിന് കടന്നുപോയി. ആദ്യത്തെ ഒരു സൈക്കിള് എനിക്ക് കംപ്ലീറ്റ് ചെയ്യുവാൻ സഹായിച്ചു. നവംബർ 8 തീയതി കഴിഞ്ഞ വർഷം ഈ സമയത്തൊക്കെ ഞങ്ങൾ കടന്നുപോയ സാഹചര്യങ്ങള്. നവംബർ 8 തീയതി മുതൽ എൻ്റെ ഫസ്റ്റ് സൈക്കിൾ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്തു. കീമോതെറാപ്പി, ഇമ്മ്യൂണോതെറാപ്പി, ഇങ്ങനെയൊക്കെയുള്ള ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്തു.
അങ്ങനെ ഞാൻ ആ ഫസ്റ്റ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്തു നവംബർ അവസാനത്തോടു കൂടി. അപ്പോൾ സെക്കൻഡ് സൈക്കിൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് എനിക്ക് ഡേറ്റ് തന്നു, ഡിസംബർ 4 മുതൽ സെക്കൻഡ് സൈക്കിൾ സ്റ്റാർട്ട് ചെയ്യണമെന്ന്. അപ്പോൾ ഞങ്ങൾ അതിന് കടന്നു പോകാനായിട്ട് ഇങ്ങനെ തയ്യാറെടുത്തൊക്കെ ഇരിക്കുന്ന സമയത്താണ് തലേ ദിവസം മുതൽ എനിക്ക് ശക്തമായ പനി, പെട്ടെന്നൊരു പനി എൻ്റെ ശരീരത്തിൽ ഇങ്ങനെ അനുഭവപ്പെട്ടു. ഭയങ്കര കിടുകിടുപ്പും വിറയലും ഒക്കെ ആയിട്ട് പെട്ടെന്നൊരു ശരീരത്തിൽ പനി അനുഭവപ്പെട്ടു. അപ്പോൾ അവർ പറഞ്ഞു, എന്തെങ്കിലും ബുദ്ധിമുട്ട് പനിയോ അങ്ങനെയൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ ഉടനെ അവരെ വിളിക്കണമെന്ന്. അങ്ങനെ ഞങ്ങൾക്ക് ഹെൽപ്പ് ലൈൻ നമ്പറൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. ആ നമ്പറിൽ ഞങ്ങൾ വിളിച്ചു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഹോസ്പിറ്റലിൽ ചെല്ലാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് കടന്നുപോയി. അവിടെ ചെന്നപ്പോൾ നല്ല പനിയുണ്ട്, അപ്പോൾ എനിക്ക് ട്രീറ്റ്മെന്റ് എടുക്കാൻ പറ്റത്തില്ല. ഡോക്ടർ പറഞ്ഞു പനിയുള്ളത് കൊണ്ട് ട്രീറ്റ്മെന്റ് എടുക്കാൻ ഇപ്പം പറ്റത്തില്ല, നമുക്കിനി അടുത്ത ദിവസം പനിയെല്ലാം മാറിയിട്ട് അടുത്ത ദിവസം എടുക്കാം എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ അവിടുന്ന് ഓറൽ ആന്റിബയോട്ടിക് തന്ന് ചെസ്റ്റ് എക്സ്റേ ഒക്കെ എടുത്ത് വീട്ടിലേക്ക് തിരിച്ചു വന്നു. അങ്ങനെ ഞാനിവിടെ റെസ്റ്റ് ചെയ്യുകയായിരുന്നു. പക്ഷെ കണ്ടിന്യൂസ് ആ പനി ഇങ്ങനെ 2-3 ദിവസം പനിച്ചു. അങ്ങനെ പിറ്റേ ദിവസം പിന്നെ ഹോസ്പിറ്റലിൽ കടന്നുപോയി. അവിടെ എന്നെ അഡ്മിറ്റ് ചെയ്യുവാനും IV ആന്റിബയോട്ടിക് തന്ന് എന്നെ വീട്ടിൽ വിടുവാനൊക്കെ ഇടയായി. അതിനുശേഷം ഒരാഴ്ച കഴിഞ്ഞപ്പോൾ പിന്നെയും അതുപോലെ പനിക്കുകയാണ് എന്നെ. ഒരു റീസണുമില്ല. എല്ലാ ബ്ലഡ് ടെസ്റ്റുകളും എനിക്ക് നോർമലാണ്, വേറെ കൾച്ചറൊക്കെ ചെയ്തിട്ട് എല്ലാം നോർമലാണ്. എന്താണ് ഇതിന്റെ റീസൺ എന്നൊന്നും കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ വീണ്ടും ശക്തമായ പനി എനിക്ക് അനുഭവപ്പെട്ട് അങ്ങനെ വീണ്ടും ഹോസ്പിറ്റലിൽ കടന്നുപോയി. അങ്ങനെ ഞാൻ ഏകദേശം ഒരു 10-12 ദിവസത്തോളം ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു. ആ ദിവസങ്ങളിലെല്ലാം കണ്ടിന്യൂസ് എന്നെ പനിക്കുകയായിരുന്നു. IV ആന്റിബയോട്ടിക് ഒക്കെ ഹൈ ആന്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്തിട്ടും പനിക്ക് ഒരു കുറവും കാണുന്നില്ല. അങ്ങനെ ഞങ്ങള് ഏകദേശം ഡിസംബർ മാസം മുഴുവൻ ഞാൻ ഹോസ്പിറ്റലിൽ 2 അഡ്മിഷൻ ആയിട്ട് അങ്ങനെ ആ ഒരു മാസം കടന്നുപോയി. അങ്ങനെ എനിക്ക് ട്രീറ്റ്മെന്റ് എടുക്കാൻ പറ്റിയില്ല. എൻ്റെ ട്രീറ്റ്മെന്റ് അങ്ങനെ ഹോൾഡ് ചെയ്തു. ആ പനിയെല്ലാം കഴിഞ്ഞ് ഞാൻ ഭവനത്തിൽ കടന്നു വന്നപ്പോൾ എൻ്റെ ശരീരത്തിന് വളരെയധികം ക്ഷീണവും പ്രയാസവും ഒക്കെ ആയിരുന്നു. എനിക്ക് ഒരു എനർജി ഒന്നും കിട്ടുന്നില്ല. അതുകൊണ്ട് ഡോക്ടർ പറഞ്ഞു ഇനി ക്ഷീണമൊക്കെ മാറി എനർജിയൊക്കെ ആയിട്ട് അടുത്ത സൈക്കിൾ സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ള തീരുമാനത്തിൽ അങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ ആ ഡിസംബർ മാസം മുഴുവൻ അങ്ങനെ കടന്നുപോയി. പക്ഷേ ദൈവത്തിന്റെ കൃപയാല് എല്ലാ 4 ആഴ്ച കൂടുമ്പോഴും എൻ്റെ ബ്ലഡ് എല്ലാം ചെക്ക് ചെയ്യുന്നുണ്ടായിരുന്നു അവര്. മൈലോമ സ്ക്രീൻ എടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ആ മൈലോമ സ്ക്രീൻ എടുത്തപ്പോൾ ആ റിസൾട്ടുകളെല്ലാം ആദ്യം വന്ന ആ റിസൾട്ടിൽ നിന്നും വളരെയധികം വ്യത്യാസം അതിനകത്ത് കാണുവാനിടയായി. എല്ലാം മിക്കവാറും തന്നെ എല്ലാ റിസൾട്ടുകളും നോർമൽ റേഞ്ചിൽ തന്നെ ആണെന്ന് കാണുവാനിടയായി. അതിനുശേഷം ജനുവരി മാസം അങ്ങനെ കടന്നുപോയി. ഇങ്ങനെ അപ്പോഴും എൻ്റെ ട്രീറ്റ്മെന്റ് അങ്ങനെ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ദൈവത്തിന്റെ കൃപയാല് ജനുവരിയിൽ അത് വീണ്ടും അവർ ബയോപ്സി ചെയ്യുവാനും ബ്ലഡ് ഒക്കെ ടെസ്റ്റ് ചെയ്തപ്പോൾ അതിന്റെ റിസൾട്ട് കടന്നു വന്നപ്പോൾ അത് പൂർണ്ണമായി എൻ്റെ ബ്ലഡ് റിസൾട്ട് എല്ലാം കംപ്ലീറ്റ് നോർമലായി തീരുവാൻ ദൈവം സഹായിച്ചു. കർത്താവിന്റെ സന്നിധിയിൽ ഞങ്ങൾ ഏൽപ്പിച്ചു കൊടുത്തു. അതിനുശേഷം ഭവനത്തിൽ കടന്നു വന്ന് ഞങ്ങൾ ഇങ്ങനെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. കർത്താവെ, ഇതിന് പ്രാർത്ഥനയല്ലാതെ ഇതിന് വേറെ ഒരു ഒരു ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ലല്ലോ എന്നോർത്ത് ഞങ്ങൾ കുടുംബമായിട്ട് കരത്തോട് കരം ചേർത്ത് പിടിച്ചു നിന്നുകൊണ്ട് ദൈവസന്നിധിയിൽ രാത്രിയുടെ യാമങ്ങളിലൊക്കെ എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. ആ പ്രാർത്ഥന ദൈവസന്നിധിയിൽ കേട്ട് ദൈവം അതിന് മറുപടി തന്നു. അങ്ങനെ എൻ്റെ ബ്ലഡ് റിസൾട്ട് ജനുവരി മാസത്തിൽ ചെയ്തപ്പോൾ എല്ലാം കംപ്ലീറ്റ് നോർമലായി തീരുവാൻ ദൈവം സഹായിച്ചു. അങ്ങനെ എല്ലാ 4 ആഴ്ച കൂടുമ്പോഴും ഡോക്ടേഴ്സ് ഞങ്ങൾക്ക് അപ്പോയിന്റ്മെന്റ് തന്നിട്ടുണ്ട് കാണാൻ. അങ്ങനെ കടന്നു ചെന്നപ്പോൾ എൻ്റെ ബ്ലഡ് റിസൾട്ട് കണ്ടപ്പോൾ ഡോക്ടേഴ്സിന് പോലും അത്ഭുതമായി. അവരെന്നോട് ചോദിച്ചു, ഇതെങ്ങനെ സംഭവിച്ചു, ഇത്രയും പെട്ടെന്ന്, ഇത് അൺയൂഷ്വൽ ആണല്ലോ, നീ ഒരു സൈക്കിൾ ട്രീറ്റ്മെന്റ് അല്ലേ എടുത്തിട്ടുള്ളൂ, പിന്നെ എങ്ങനെയാണ് ഇത് നോർമലായ എന്ന് എൻ്റെ കൺസൾട്ടന്റ് പോലും എന്നോട് ചോദിക്കുവാൻ എന്നെ ദൈവം ഇടയാക്കി. അപ്പോഴൊക്കെ എനിക്ക് അവരോട് പറയുവാനും ദൈവം എന്നെ ബലപ്പെടുത്തി. ഞങ്ങൾ വിളിക്കുന്ന ദൈവം ജീവനുള്ള ദൈവത്തെയാണ് ഞങ്ങൾ സേവിക്കുന്നതെന്ന് പറയുവാൻ കർത്താവ് എന്നെ സഹായിച്ചു. അങ്ങനെ ഞങ്ങൾ ശക്തമായിട്ട് ദൈവഭവനത്തിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു.
അതുപോലെ എൻ്റെ ദൈവസഭ, നാട്ടിലുള്ള ദൈവസഭ, ദൈവമക്കള്, ദൈവദാസന്മാര്, കുടുംബം എല്ലാം എന്നെ ഓർത്ത് അനേക രോഗമെമ്പാടുമുള്ള ദൈവമക്കൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു, പ്രാർത്ഥനയുടെ മറുപടി മാത്രമാണ്. ഞങ്ങളുടെ പ്രാർത്ഥനാ മുറിയിൽ ഇറങ്ങി വന്ന ദൈവസാന്നിധ്യമാണ് ദൈവം എന്നെ എത്രത്തോളം അത്ഭുതകരമായിട്ട് അതിശയകരമായിട്ട് നടത്തിയത്. അല്ലെങ്കിൽ ഒരിക്കലും അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ഒരു ദൈവത്തിന്റെ കരം ഞങ്ങൾക്ക് അനുഭവിച്ചറിയുവാൻ കർത്താവ് ഇടയാക്കി. അങ്ങനെ ഞങ്ങൾ ഭവനത്തിൽ ഞാനിങ്ങനെ ബെഡിൽ തന്നെ കിടക്കുകയാണ്. നടുവിന് വേദനയുണ്ട്. ഞാൻ അപ്പോൾ ഇങ്ങനെ ബ്രേസ് ഇട്ട് കിടക്കുകയാണ്. എനിക്കൊന്നും എൻ്റെ കാര്യങ്ങളോ പോലും എനിക്ക് ചെയ്യുവാൻ പറ്റത്തില്ല. എല്ലാത്തിനും എനിക്ക് ഹെൽപ്പ് വേണം. എൻ്റെ ഹസ്ബൻഡാണ് എല്ലാം എനിക്ക് ചെയ്തു കൊണ്ട് തന്നിരുന്നത്. എൻ്റെ കുഞ്ഞുങ്ങൾ, ഇവൻ എൻ്റെ കൊച്ചു, അവന് 15 വയസ്സേ ഉള്ളൂ. അപ്പം അവനാണെങ്കിൽ പോലും എന്നെ ഒത്തിരി സഹായിക്കുമായിരുന്നു. രാവിലെ സ്കൂളിൽ പോകുന്നതിന് മുമ്പ് എനിക്ക് വേണ്ടുന്ന ബ്രേക്ക്ഫാസ്റ്റ്, എനിക്ക് വേണ്ടുന്ന ചായയൊക്കെ ഉണ്ടാക്കി എനിക്ക് ബെഡിൻ്റെ അടുത്ത് കൊണ്ട് തന്ന് അവനങ്ങനെ എന്നെ ഹെൽപ്പ് ചെയ്യുവാൻ. അങ്ങനെ എൻ്റെ കുഞ്ഞുങ്ങളും ഒക്കെ എല്ലാവരും ഞങ്ങൾ രാത്രിയിലൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ കരത്തോട് ചേർത്ത് പിടിച്ചു നിന്നുകൊണ്ട് കർത്താവിന്റെ സന്നിധിയിൽ ഞങ്ങൾ ശക്തമായിട്ട് പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനയുടെ ഫലമാണ് ഇന്ന് ഞാൻ ദൈവമക്കളുടെ മുമ്പാകെ ഒരു സാക്ഷിയായിട്ട് നിൽക്കുന്നത്. ജീവനുള്ള ദേശത്ത് ഒരു ജീവനുള്ള സാക്ഷിയായിട്ട് ദൈവത്തെ സ്തുതിക്കുവാന് ഞാൻ ദൈവവചനത്തിൽ പറയുന്നത് പോലെ ഞാൻ മരിക്കുകയില്ല, ഞാൻ ജീവനോടെ ഇരുന്ന് കർത്താവിന്റെ പ്രവൃത്തികളെ വർണ്ണിക്കുമെന്ന് പറയുവാന് കർത്താവ് ഞങ്ങൾക്ക് ഇടയാക്കി തന്നു. ആ ദിവസങ്ങളിലൊക്കെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളോട് ശക്തമായിട്ട് ഇടപെട്ടുകൊണ്ടിരുന്നു. വചനം കേൾക്കുവാനും എല്ലാ ദിവസവും എപ്പോഴും 24/7 എൻ്റെ റൂമില് ഇങ്ങനെ യൂട്യൂബിൽ മെസ്സേജസ് ഒക്കെ കേട്ടുകൊണ്ടിരുന്ന ആ ദിവസങ്ങളിൽ ഞങ്ങളെ ബലപ്പെടുത്തിയത് ദൈവവചനമാണ്. ഞങ്ങളെ ബലപ്പെടുത്തിയത് ദൈവത്തിന്റെ വചനം പറയുന്നത് പോലെ, ദൈവത്തിന്റെ വചനം എന്ന് പറയുന്നത് തീ പോലെയും അത് പാറയെ തകർക്കുന്ന ചുറ്റിക പോലെയും ആണെന്നുള്ള അതുപോലെ ശക്തിയുള്ള വചനമാണ്. ആ വചനമൊക്കെ കേട്ട് ഞങ്ങൾ അധികം ബലപ്പെടുത്തി. പിന്നെ ഞങ്ങൾക്കൊരു ഭാരമില്ലായിരുന്നു, ഒന്നിനെ കുറിച്ച് ഒരു ഭാരമില്ലായിരുന്നു. ദൈവം നടത്തും, ദൈവം ഞങ്ങളെ സൗഖ്യമാക്കും എന്നുള്ള വലിയൊരു വിശ്വാസം ഞങ്ങൾക്കും ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കും ഒക്കെ ദൈവം തന്നു. അങ്ങനെ ഞങ്ങളെ അത്ഭുതകരമായിട്ട് ദൈവം നടത്തി. അതിനുശേഷം എന്നോട് ഡോക്ടർ പറഞ്ഞു, ഇങ്ങനെ സ്റ്റെം സെൽ ട്രാൻസ്പ്ലാന്റ് ഒക്കെ ചെയ്യുമ്പോൾ ഹൈ ഡോസ് കീമോതെറാപ്പി എടുക്കേണ്ടി വരും, അപ്പോൾ നിന്റെ മുടിയെല്ലാം പോകും എന്നൊക്കെ ഇങ്ങനെ എല്ലാ കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്തു. ഞാനിങ്ങനെ എൻ്റെ മനസ്സിൽ ഇങ്ങനെ വിചാരിച്ചു, ദൈവമേ, മുടിയൊന്നുമില്ലാതിരിക്കുന്ന അവസ്ഥ എനിക്ക് ഓർക്കാൻ പോലും പറ്റത്തില്ല. കാരണം നമുക്കെല്ലാം നമ്മളുടെ എല്ലാം ബലഹീനതയാണ് മുടി എന്ന് പറയുന്നത്. അപ്പൊ ഞാനിങ്ങനെ ദൈവത്തോട് പ്രാർത്ഥിക്കുമായിരുന്നു, കർത്താവേ, എന്നെ ആ പ്രൊസീജിയറിൽ കൂടി ഒന്നും കടത്തി വിടുവാൻ ദൈവം അനുവദിക്കരുതേ എന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. ദൈവം ആ പ്രാർത്ഥന കേട്ടു. ദൈവം അതിൽ കൂടി ഒന്നും കടന്നു പോകുവാൻ ദൈവം ഇടയാക്കിയില്ല. ഇതിന്റെ എല്ലാം ഒരു കാര്യമെന്ന് പറയുന്നത്, ഞങ്ങൾ പൂർണ്ണമായും ആ ദിവസങ്ങളിൽ കർത്താവിന്റെ സന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുത്തു. ദൈവത്തിന്റെ പണിക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ഏൽപ്പിച്ചു കൊടുത്തു. ദൈവത്തിന്റെ ഹിതം എന്താണോ അത് ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ നിറവേറട്ടെ എന്ന് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ദൈവസന്നിധിയിലായിരിക്കുവാൻ ഇടയാക്കി. ഒരു കുശവന്റെ കയ്യിലെ കളിമൺ പാത്രം പോലെ ആ കുശവൻ എങ്ങനെ അതിനെ മെനഞ്ഞെടുക്കുന്നോ, ആ കുശവന് ഇഷ്ടമുള്ള പാത്രമാക്കി അതിനെ തീർക്കുന്നത് പോലെ തീർക്കുവാനായിട്ട് കർത്താവിന്റെ സന്നിധിയിൽ ഞങ്ങളെ ഏൽപ്പിച്ചു കൊടുത്തു. അങ്ങനെ ആയിരിക്കുകയായിരുന്നു. അത് അങ്ങനെ ദൈവസന്നിധിയിലായിരുന്നുകൊണ്ട് പ്രാർത്ഥിക്കുവാനും ജാഗരിക്കുവാനും ഒക്കെ ദൈവം ഞങ്ങളെ സഹായിച്ചു. നമ്മള് ഈ അവസരത്തിൽ കൂടെയൊക്കെ കുശവന്റെ കയ്യിലെ കളിമൺ പാത്രം പോലെ നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ അതിൽ കൂടി കടന്നു പോകുന്നവർക്ക് മാത്രമേ അറിയത്തുള്ളൂ അതിന്റെ വേദന എത്ര ഭയങ്കരമാണെന്ന്. അത് പറയുന്നവർക്ക് വളരെ ഈസിയാണ്, പക്ഷെ അത് അനുഭവിക്കുമ്പോൾ മാത്രമാണ് നമുക്കറിയാൻ പറ്റുന്നത് ആ വേദന എത്ര ഭയങ്കരമുള്ളതാണെന്ന്. എന്നാൽ ദൈവം അവിടെയൊക്കെ ഞങ്ങളെ പിടിച്ചു നിർത്തി. അതിനുള്ള ഒറ്റ കാരണം ഞങ്ങളുടെ പ്രാർത്ഥനാ മുറിയിൽ ഇറങ്ങി വന്ന ദൈവ സാന്നിധ്യമാണ്. ഇന്ന് എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഏതെങ്കിലും സാഹചര്യത്തിൽ കൂടി കടന്നു പോകുന്നവരാണെങ്കിൽ നമ്മൾ ദൈവത്തിന്റെ ഹിതത്തിന് വേണ്ടിയിട്ട് ഏൽപ്പിച്ചു കൊടുക്കുക.
ദൈവം നമ്മളെ പൂർണ്ണമായും പണിയും. നമ്മൾ അത് പൂർണ്ണമായി കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്താൽ ദൈവം അതിന് അത്ഭുത വിടുതലുകളെ തരും. ഏത് പ്രതികൂല സാഹചര്യങ്ങളിലാണെങ്കിലും ദൈവം പിടിച്ചു നിൽക്കുവാൻ ദൈവം നമുക്ക് കൃപ തരുമെന്ന് 100% ഉറപ്പോടെ എനിക്ക് ദൈവമക്കളോട് പറയുവാൻ സാധിക്കും. അങ്ങനെ ഞങ്ങള് ഈ ദിവസങ്ങളിലൊക്കെ കടന്നുപോയി. ഞങ്ങളുടെ വീട്ടിലെ സാഹചര്യങ്ങൾ എല്ലാം വളരെ ബുദ്ധിമുട്ടായി. എൻ്റെ മോള് ആ സമയത്ത് മെറ്റേണിറ്റി ലീവിലായിരുന്നു. അതുകൊണ്ട് എന്നെ ഹോസ്പിറ്റലിൽ ഓരോ അപ്പോയിൻമെന്റിന് കൊണ്ടുപോകുവാനും ഒക്കെ അവളുണ്ടായിരുന്നു. ദൈവം എല്ലാം കരുതി തക്ക സമയത്ത് എലിയാവിന് വേണ്ടി പോറ്റിയൊരു ദൈവം, എലിയാവിന് വേണ്ടി കാക്കയെ അയച്ച് ദൈവം പോറ്റിയതൊരു ദൈവം ഞങ്ങളെയും ആ സമയത്ത് നടത്തിയ വിധങ്ങള് ഓർത്താൽ വർണ്ണിച്ചാൽ എത്ര വർണ്ണിച്ചാലും തീരത്തില്ല. അതുപോലെയാണ് ഞങ്ങൾ ദൈവം നടത്തിയത്. ഞങ്ങൾ ഓർത്തു, ഞങ്ങളൊക്കെ എല്ലാവരും ഉണ്ടെന്ന്. ഞങ്ങൾക്ക് ഇവിടെ വലിയൊരു ചർച്ചുണ്ട്. ഏകദേശം 40-45 പേര് ഫാമിലീസ് കൂടുന്ന ഒരു ചർച്ചാണ്. ഞങ്ങൾ ഓർത്തു എല്ലാവരും ഉണ്ടാകും, എൻ്റെ കൂട്ടുകാരുണ്ട്, എല്ലാവരും ഉണ്ടെന്നൊക്കെ വിചാരിച്ച സ്ഥാനത്ത് പക്ഷെ ഞങ്ങൾ ഈ അവസ്ഥകളിൽ കൂടിയൊക്കെ കടന്നുപോയെങ്കിലും, തീച്ചൂളയുടെ അനുഭവത്തിൽ കൂടി കടന്നുപോയെങ്കിലും കർത്താവ് ഞങ്ങളെ വെന്തു പോകുവാനിടയാക്കാതെ കർത്താവ് താങ്ങി നടത്തി. അതുപോലെ ഞങ്ങളുടെ ആവശ്യങ്ങളുടെ മേല, എൻ്റെ ഹസ്ബൻഡിനാണെങ്കിൽ അങ്ങനെ കുക്കിംഗ് ഒന്നും വലിയ പരിചയമില്ല. ഞാൻ തന്നെയാണ് എല്ലാ വീട്ടിലെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. കുക്കിങ്ങും കുഞ്ഞുങ്ങളുടെ കാര്യങ്ങളെല്ലാം നോക്കുന്നതൊക്കെ ഞാൻ തന്നെയാണ്. അതുകൊണ്ട് പെട്ടെന്ന് ഞാനിങ്ങനെ കിടപ്പായി പോയപ്പോഴത്തേന് ഞങ്ങൾക്ക് വീട്ടിൽ ആകെപ്പാടെ ബുദ്ധിമുട്ടായി. മോക്കാണെങ്കിൽ അവൾക്ക് കുഞ്ഞുണ്ട്. ആ കുഞ്ഞിന് 1 വയസ്സാകുന്നതേ ഉള്ളൂ ആ സമയത്ത്. എന്നാലും അവള് എനിക്ക് വേണ്ടി ഞങ്ങൾക്ക് എല്ലാ ആഹാരങ്ങളും ഉണ്ടാക്കി കുഞ്ഞിന്റെ കാര്യങ്ങളെല്ലാം നോക്കി അവളായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. എന്നാല് ഈ വിവരങ്ങളൊക്കെ ആദ്യമൊന്നും ഞങ്ങൾ ആരോടും പറഞ്ഞില്ല. ഇത് എങ്ങനെ പറയും, നാട്ടിലൊന്നും പറഞ്ഞിട്ടില്ല. എൻ്റെ സഹോദരങ്ങളോട് പോലും ഇന്ന് വരെയും ഒന്നും പറഞ്ഞിട്ടില്ല. കാരണം അവർക്കൊന്നും താങ്ങാൻ പറ്റത്തില്ല ഇതൊക്കെ കേട്ട് കഴിയുമ്പോൾ. അതുകൊണ്ട് ഞങ്ങൾ ആരോടും ഒന്നും പറഞ്ഞിട്ടില്ലായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ കുറച്ച് കൂട്ടുകാര് ഇങ്ങനെ ഞാൻ പല വാർഡിലൊക്കെ അഡ്മിറ്റ് ആയപ്പോഴെല്ലാരും അറിഞ്ഞു ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെന്ന്. അങ്ങനെ അറിഞ്ഞു കേട്ട് ഒത്തിരി പേര് ഞങ്ങള് ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ഹസ്ബൻഡിന് കുക്കിംഗ് ഒന്നും വലിയ പരിചയമില്ല. അപ്പോൾ എനിക്കാണെങ്കിൽ വായിക്കാതെ ടേസ്റ്റും ഇല്ല, ഒന്നുമില്ല. ആഹാരം ഉണ്ടാക്കി വെക്കുന്നത് കഴിക്കാനും പറ്റുന്നില്ല. അങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യത്തിൽ കൂടി കടന്നു പോവുകയായിരുന്നു. എന്നാൽ ഓരോ ദിവസവും ദൈവം നടത്തിയത് വഴികളെ വർണ്ണിച്ചാൽ തീരത്തില്ല. ഓരോ ദിവസവും എനിക്കറിയത്തില്ല, ഞങ്ങൾക്ക് വേണ്ടി ഫുഡൊക്കെ ഉണ്ടാക്കി എല്ലാ ദിവസവും ഓരോരുത്തർ വരുമായിരുന്നു. ഞങ്ങൾ പ്രതീക്ഷിക്കാത്ത ആൾക്കാരാണ് ഞങ്ങൾക്ക് വേണ്ടി ആ സമയത്തൊക്കെ കടന്നു വന്നത്. ഞാൻ എപ്പോഴും ചിന്തിക്കും, കർത്താവേ, ഇവരൊക്കെ എന്തിനാണ് ഞങ്ങളുടെ ഭവനത്തിൽ ഈ ഫുഡുമായിട്ട് കടന്നു വരുന്നത്? ഞങ്ങൾക്ക് അങ്ങനെ ഒരു വലിയ പരിചയമോ വലിയ വലിയ ഫ്രണ്ട്ഷിപ്പോ ഒന്നുമില്ലാത്തവരാണ് ഞങ്ങൾക്ക് വേണ്ടി ഫുഡുമായിട്ട് കടന്നു വരുന്നത്. എല്ലാ ദിവസവും ഞങ്ങൾ കഴിച്ചാൽ തീരാത്തതുപോലെ. അതുപോലെ എൻ്റെ മോള് കുടുംബം, അവരും ഈ ദിവസങ്ങളിൽ ഒന്നും കുക്ക് ചെയ്യേണ്ട ആവശ്യം അവർക്ക് വന്നിട്ടില്ല. അതുപോലെ ഇഷ്ടം പോലെ ഫുഡ് എല്ലാം എനിക്ക് വേണ്ടുന്നത് ഓരോ ദിവസവും മാറി മാറി ഓരോ മെനു ആണ് കൊണ്ടുവരുന്നത്. ഞാനപ്പോ ഓർക്കുകയാണ്, ദൈവം എത്ര വലിയവനാണ്, ദൈവം എത്ര വിശ്വസ്തനാണ്. ദൈവം നമ്മുടെ ആവശ്യങ്ങളെ അറിഞ്ഞ് നമുക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവം. ഞങ്ങൾ ആ ദിവസങ്ങളിലൊക്കെ കർത്താവിന്റെ അത്ഭുത കരങ്ങളെ കാണുവാൻ ദൈവം ഇടയാക്കി. ദൈവമക്കളെ, എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്, നമ്മള് ആരെങ്കിലും, നമ്മളുടെ കൂട്ടുകാരായിക്കോട്ടെ, നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവരാരെങ്കിലും ആയിക്കോട്ടെ, നമ്മൾ ഈ സമയത്തൊക്കെ ഇതുപോലെയുള്ള സാഹചര്യങ്ങളിൽ കൂടി കടന്നു പോകുന്നവരെ നമ്മൾ ഓർക്കണം. അവർക്ക് വേണ്ടി നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്തു കൊടുക്കണം. ആ സമയത്തൊക്കെ നമുക്ക് ആ ഒരു ഹെൽപ്പ് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ അതിൻ്റെ വലിയ നമുക്ക് പറഞ്ഞാൽ തീരത്തില്ല. അത് എത്ര നന്ദി പറഞ്ഞാൽ തീരുമെന്ന്. ഇന്നും ആ മക്കളെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുവാൻ കർത്താവ് ഞങ്ങളെ ബലപ്പെടുത്തുന്നു. ഞങ്ങളെന്നും അവരോടൊക്കെ കടപ്പെട്ടവരാണ്. ദൈവം നടത്തിയ വഴികളെ വർണ്ണിച്ചാല് ദൈവം ഒരിക്കലും തീരത്തില്ല. അതുപോലെ ദൈവവചനത്തിൽ പറയുന്നു, നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാണ്, എന്നാൽ യഹോവ അതിൽ നിന്നെല്ലാം വിടുവിക്കുമെന്നുള്ള ദൈവത്തിന്റെ വചനം ഞങ്ങളെ ഒക്കെ ദൈവം ആ ദിവസങ്ങളിലൊക്കെ ബലപ്പെടുത്തിക്കൊണ്ടിരുന്നു. അങ്ങനെ ഓരോ ദിവസവും ഞങ്ങൾ കടന്നുപോയി.
എന്നാൽ എല്ലാ മാസവും എൻ്റെ ബ്ലഡ് ചെക്ക് ചെയ്യുന്നുണ്ട്. അപ്പോഴൊക്കെ എല്ലാ ടെസ്റ്റുകളും എൻ്റെ കംപ്ലീറ്റ് നോർമലായി. ജനുവരി മാസത്തിൽ അവസാനം ഡോക്ടർ പറഞ്ഞു, ഒരു ബയോപ്സിയും കൂടെ എടുക്കാം. നിന്റെ ഫ്രാക്ചർ വന്ന സൈറ്റിൽ നിന്ന് ഒരു ബയോപ്സി എടുത്ത് നോക്കാൻ. അവർക്ക് വിശ്വാസം വരുന്നില്ല. ഇതെന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു, ഇങ്ങനെ എങ്ങനെയാണ് ബ്ലഡ് നോർമൽ ആകുന്നത്. എൻ്റെ ഡോക്ടർ പറഞ്ഞു, ദിസ് ഈസ് അൺയൂഷ്വൽ, ഐ നെവർ സീൻ ലൈക്ക് യു, ലൈക്ക് എ പേഷ്യന്റ് ലൈക്ക് യു എന്ന്. ഞാൻ അന്നേരമൊക്കെ ദൈവത്തോട് പറഞ്ഞു, അന്നേരമൊക്കെ എൻ്റെ ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടറെ, അതൊരു മിറക്കിളാണ്, ഞങ്ങൾ വിളിക്കുന്ന ദൈവം ജീവനുള്ള ദൈവത്തെയാണ് വിളിക്കുന്നതെന്ന് പറയാൻ എന്നെ സഹായിച്ചിട്ടുണ്ട്. എന്നിട്ട് ഡോക്ടർ പറഞ്ഞു, ഒരു ബയോപ്സി എടുക്കണം നിന്റെ ഫ്രാക്ചർ വന്ന സൈറ്റിൽ നിന്ന്. അങ്ങനെ ഒരു ബയോപ്സി എടുത്ത്, ഇനി വേറെ എന്തെങ്കിലും റീസൺ കൊണ്ടാണോ ഈ ഫ്രാക്ചർ ഉണ്ടായിട്ടുണ്ടത്, കാരണം മൈലോമ എന്ന രോഗത്തിൻ്റെതായിട്ടുള്ള ഒരു ലക്ഷണങ്ങളും എൻ്റെ ബ്ലഡിനകത്ത് ഒന്നും കാണുന്നില്ല. അപ്പൊ ഇനിയും വേറെ എന്തെങ്കിലും അവർക്ക് ഒരു സംശയം ഉണ്ടായിരുന്നു, ചിലപ്പോൾ TB അങ്ങനെ എന്തെങ്കിലും രോഗമാണെങ്കിൽ അത് നമ്മുടെ ബോണിനെ ബാധിക്കും, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ഫ്രാക്ചർ സൈറ്റിൽ നിന്ന് എടുത്ത് അവരങ്ങനെ ആ ടെസ്റ്റിനും വിട്ടു. അതിൻ്റെ കൂടെ തന്നെ വേറെ പല ടെസ്റ്റുകൾക്കും ആ ബയോപ്സി വിട്ടു. അതെല്ലാം തിരിച്ച് കടന്നു വന്നത് നോർമൽ ആയിട്ടാണ്. ആ ബയോപ്സി റിസൾട്ട് എല്ലാം കടന്നു വന്നത് കർത്താവിന്റെ കൃപ ഒന്ന് മാത്രമാണ്. ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. അവന്റെ അടിപ്പിണരാലുള്ള സൗഖ്യം എൻ്റെ മേൽ അയച്ചു എന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. ഇന്ന് എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് എനിക്ക് പറയുവാനുള്ളത്, നിങ്ങളൊക്കെ കടന്നു പോകുന്ന സാഹചര്യങ്ങള്, പ്രയാസങ്ങള്, ഭാരത്തിൽ കൂടെയും പ്രയാസത്തിൽ കൂടെയും രോഗങ്ങളിൽ കൂടെയും മാനസിക വിഷമത്തിൽ കൂടെയും ഒക്കെ ആയിരിക്കും പല വിഷയങ്ങളിൽ കൂടി കടന്നു പോകുന്നത്. അതിൻ്റെ എല്ലാം മധ്യത്തിൽ നമ്മൾ എത്രത്തോളം ദൈവത്തോട് വിശ്വസ്തരായി നിൽക്കുന്നോ, ഒന്നിലും പിറപിറുക്കാതെ നിന്നാൽ ദൈവം അത് നീതിക്കായി കണക്കിടുമെന്ന് പൂർണ്ണമായിട്ടും എനിക്ക് വിശ്വാസത്തോടെ പറയുവാൻ പറ്റും. കർത്താവ് ദൈവത്തിന്റെ വചനം അയച്ച് നമ്മളെ വിടുവിക്കും. അങ്ങനെ ഞങ്ങൾ കടന്നുപോയത് തീച്ചൂളയുടെ അനുഭവത്തിൽ കൂടി ആയിരുന്നുവെങ്കിലും അതിൽ വെന്തുപോകാതെ ദൈവം ഞങ്ങളെ പൊന്നുപോലെ പുറത്തു കൊണ്ടുവന്നു. ഇതൊക്കെ ഞാൻ മനസ്സിലാക്കുന്നത്, കർത്താവ് ഞങ്ങൾക്ക് വിശ്വാസത്തിന്റെ പരിശോധനകളൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ തന്നെങ്കിലും അവിടെ ഒന്നും വീണു പോകുവാൻ ദൈവം ഇടയാക്കിയില്ല. ഞങ്ങളെ പൊന്നുപോലെ കർത്താവ് പുറത്തു കൊണ്ടുവന്നു. അങ്ങനെ ദൈവം അത്ഭുതകരമായി ഞങ്ങളെ നടത്തി. ഇന്നും ഞാൻ ആരോഗ്യത്തോടെ ബലത്തോടെ ജോലിയിലൊക്കെ കടന്നു പോകാൻ ദൈവം സഹായിച്ചു. ഇനിയും ഒരിക്കലും എഴുന്നേൽക്കുകയില്ല, ഇനി ഒരിക്കലും ജോലിക്ക് കടന്നു പോകുവാൻ സാധിക്കുകയില്ല എന്ന് പറഞ്ഞ സ്ഥാനത്ത് ഏകദേശം 7 മാസത്തിന് ശേഷം എനിക്ക് ജോലിക്ക് കടന്നു പോകുവാൻ ദൈവം എന്നെ സഹായിച്ചു. എനിക്ക് എൻ്റെ ശരീരത്തിൽ യാതൊരുവിധ ബുദ്ധിമുട്ടോ പ്രയാസമോ ഒന്നുമില്ല. ഞാൻ 4-5 മാസം ബ്രേസ് ഇട്ട് ബെഡിൽ കിടന്നു. എൻ്റെ വേദനയെല്ലാം മാറി. അങ്ങനെ എൻ്റെ കാലിൻ്റെ പെരുപ്പൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം മാറി. 7 മാസത്തിന് ശേഷം 8-ാം മാസം മുതൽ ഞാൻ ജോലിക്ക് കടന്നു പോകാൻ ദൈവം ഇടയാക്കി. അപ്പോൾ ജോലിയിലാണെങ്കിലും ഞാനൊരു ഡയാലിസിസ് നേഴ്സായിരുന്നു ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഞങ്ങളെ ഓക്യുപേഷണൽ ഹെൽത്തിൽ റെഫർ ചെയ്തു. ഓക്യുപേഷണൽ ഹെൽത്തിൽ ഡോക്ടർ എന്നെ പറഞ്ഞു, നീ ഇപ്പോൾ ജോലി ചെയ്യുന്നതടുത്ത് നിനക്കിനി കണ്ടിന്യൂ ചെയ്യാൻ പറ്റത്തില്ല, കാരണം അവിടെ നിനക്ക് ഹെവി ആയിരിക്കും, പേഷ്യൻ്റ് ലിഫ്റ്റിങ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് ഹെവി ആയിരിക്കും. അതുകൊണ്ട് ഞാൻ മാനേജർക്ക് ഒരു ലെറ്റർ വിടാം, നിനക്ക് കുറച്ച് ലൈറ്റ് ആയിട്ടുള്ള ഡ്യൂട്ടി എവിടെയെങ്കിലും കൊടുക്കണമെന്ന്. അങ്ങനെ ആ ലെറ്റർ കടന്നു എന്നതിന് ശേഷം എൻ്റെ മാനേജർ വിളിച്ചിട്ട് പറഞ്ഞു, നിനക്കിനി ഇവിടെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റത്തില്ല, ഞാൻ നിന്നെ ഹോം തെറാപ്പി എന്ന് പറയുന്ന ഒരു സ്പെഷ്യലിസ്റ്റ് ഏരിയ ഉണ്ട്, അവിടെ പെരിറ്റോണിയൽ ഡയാലിസിസ് നേഴ്സായിട്ട് ഞാൻ നിന്നെ അവിടെ ഇടാം എന്ന് പറഞ്ഞു. അതാവുമ്പോൾ നിനക്ക് ഓഫീസിൽ ഇരുന്നാൽ മതി എന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ ആ ജോലി എന്ന് പറയുന്നത്, ഞാൻ ഇതിനു മുമ്പ് പലപ്പോഴും ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് എനിക്ക് അവിടെ ഒന്ന് ജോലി ചെയ്യണമെന്ന്. പക്ഷെ പല ഇന്റർവ്യൂവിനൊക്കെ കടന്നു പോയിട്ടുണ്ട്. പക്ഷെ അവിടുത്തെ ഇന്റർവ്യൂ ഒക്കെ ഭയങ്കര ടഫാണ് കിട്ടാൻ, അങ്ങനെ കിട്ടിയിട്ടില്ല. പക്ഷെ ദൈവം പ്രവർത്തിക്കുന്ന ഓരോ വഴികള് എത്ര അത്ഭുതകരമായിട്ടാണ് ദൈവം പ്രവർത്തിക്കുന്നത്. ഒരു ഇന്റർവ്യൂ പോലും ഇല്ലാതെ എന്നെ ആ സ്പെഷ്യലിസ്റ്റ് റോളിലേക്ക് അവിടെ എടുക്കുവാൻ ദൈവം സഹായിച്ചു. അങ്ങനെ ഞാൻ ജൂൺ 15-ാം തീയതി മുതൽ ഞാൻ വീണ്ടും ജോലിക്ക് കടന്നു പോകുവാനും
ജൂൺ 15-ാം തീയതി മുതൽ ഇന്നേ ദിവസം വരെ അത്ഭുതകരമായിട്ട്, അത് ഞാൻ ഫുൾ ടൈം തന്നെയാണ് ഇപ്പോഴും ഞാൻ വർക്ക് ചെയ്യുന്നത്. ദൈവം എനിക്ക് ആരോഗ്യവും ബലവും തന്നു. ദൈവം എന്നെ അവിടെ മാനിച്ചു. ദൈവം വഴി നടത്തുന്ന വഴി ഓർത്ത് കർത്താവിനെ സ്തുതിക്കുകയാണ്, സ്തോത്രം ചെയ്യുകയാണ്. അങ്ങനെ ദൈവം ഓരോ ആവശ്യങ്ങളുടെ മധ്യത്തിലും ഒന്നിനും ഒരു കുറവില്ലാതെ ദൈവം അത്ഭുതകരമായിട്ട് ഞങ്ങളെ നടത്തുന്ന വഴികളെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുകയാണ്, സ്തോത്രം ചെയ്യുകയാണ്. ഇതിന്റെ പിമ്പിലെല്ലാം കർത്താവിന്റെ പ്രാർത്ഥനയാണ്. ഇതിന്റെ പിമ്പിലെല്ലാം ഞങ്ങളെ ബലപ്പെടുത്തി, ഞങ്ങളെ ശക്തീകരിച്ച്, ഞങ്ങളെ മുന്നോട്ട് കൊണ്ടുപോയത്. ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു ഈ ഒരു രോഗം കർത്താവ് തന്നതാണെന്ന്. കാരണം ഞങ്ങള് വിശ്വാസത്തിലൊക്കെ ആയിരുന്നെങ്കിലും പലപ്പോഴും ലോകത്തിന്റെ സാഹചര്യങ്ങളിൽ പലപ്പോഴും കർത്താവിൽ നിന്ന് അകന്നു പോകുന്ന അവസ്ഥകളൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ട്. എന്നാൽ ഞങ്ങളെ ദൈവം പഠിപ്പിച്ചു, നമ്മളെക്കുറിച്ച് ദൈവത്തിന് ഒരു പദ്ധതിയും പ്ലാനും ഉണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയെല്ലാം ഏത് രീതിയിലെല്ലാം കർത്താവിൽ നിന്ന് മാറിപ്പോയാലും ദൈവം നമ്മളെയൊക്കെ വീണ്ടും കർത്താവിലേക്ക് അടുപ്പിക്കും. അത് ഏത് സാഹചര്യത്തിൽ കൂടിയാണെങ്കിലും. ഇപ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഇതുപോലെയുള്ള കഷ്ടതകൾ, രോഗങ്ങൾ, പ്രയാസങ്ങളൊക്കെ ഞങ്ങൾ തന്നു വീണ്ടും കർത്താവിനോട് അടുപ്പിക്കുവാനായിരുന്നു എന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. അതിനുശേഷം ഇതുവരെയും കർത്താവിന്റെ സന്നിധിയിൽ ബലത്തോടെ ശക്തിയോടെ ആയിരിക്കാനൊക്കെ ദൈവം സഹായിക്കുന്നു. പല സാഹചര്യങ്ങളിൽ കർത്താവിന്റെ സാക്ഷിയായിട്ട് പലയിടത്തും നിൽക്കുവാൻ ദൈവം എനിക്ക് അവസരം തന്നു. ഇതിനു മുമ്പ് ഞാൻ ഇങ്ങനെ ഒന്നും ഒരു മീറ്റിങ്ങിൽ സംസാരിക്കാനോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സാക്ഷ്യം പറയാനോ ഒന്നും എനിക്ക് അങ്ങനെ ഒരു കഴിവോ പ്രാപ്തിയോ ഒന്നുമില്ലാത്തവളാണ്. എന്നാൽ ദൈവം ഇപ്പോൾ എന്നെ എടുത്ത് ഉപയോഗിക്കുന്നത് ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്, സ്തോത്രം ചെയ്യുകയാണ്. ഞാൻ വിശ്വസിക്കുന്നു ദൈവത്തിന്റെ പ്ലാനും പദ്ധതിയുമായിരുന്നു ഇതൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരണം എന്നുള്ളത്. നമ്മൾ ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് മാറിപ്പോകുമ്പോൾ കർത്താവ് എന്ത് വില കൊടുത്തും നമ്മളെ ദൈവസന്നിധിയിലേക്ക് അടുപ്പിക്കും എന്നുള്ളതിനൊരു ഉദാഹരണമാണ് കുടുംബം. ഞങ്ങളെക്കുറിച്ച് ദൈവത്തിന് വളരെ പ്ലാനും പദ്ധതിയും ഉണ്ട്. ദൈവികാലോചനകളൊക്കെ ഞങ്ങളെ അറിയിച്ചിട്ടുണ്ട് പല ദൈവദാസന്മാരിൽ കൂടിയൊക്കെ. എന്നാൽ ഞങ്ങളതൊന്നും കണക്കിടാതെ, കാരണം നമുക്ക് ഈ ദേശത്ത് കടന്നു വന്ന് ഒന്നിനും ഒരു കുറവില്ല. ഞങ്ങൾ വളരെ സന്തോഷത്തോടെ സമാധാനത്തോടെ ഒക്കെ പോകുന്നു. എന്നാൽ കർത്താവിന്റെ സന്നിധിയിൽ നിന്ന് പതിയെ പതിയെ ഞങ്ങൾ മാറിപ്പോകുന്ന ഒരു അനുഭവമായിരുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത്. എന്നാൽ ആ ദൈവത്തിന്റെ സ്നേഹം ഞങ്ങളെ വീണ്ടും മാടി വിളിച്ചു കർത്താവിനോട് അടുപ്പിച്ച ആ ദൈവസ്നേഹത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് എത്രത്തോളം ദൈവമക്കളുടെ മുമ്പാകെ ആയിരിക്കാൻ കർത്താവ് സഹായിച്ച അവരെ ഈ കൃപകളെ ഓർത്ത് ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുകയാണ്, സ്തോത്രം ചെയ്യുകയാണ്. ഇപ്പോൾ എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് എനിക്ക് പറയുവാനുള്ളത്, നിങ്ങൾ ഏത് സാഹചര്യത്തിൽ കൂടി കടന്നു പോയാലും, എന്തെല്ലാം ബുദ്ധിമുട്ടോ പ്രയാസമോ രോഗങ്ങളോ എന്ത് രോഗങ്ങളും ആയിക്കോട്ടെ, മെഡിക്കൽ സയൻസ് എന്ത് രോഗമാണെന്ന് വിധി എഴുതിയാലും നമ്മുടെ ദൈവത്താൽ അസാധ്യമായിട്ടൊന്നുമല്ല. പ്രാർത്ഥനയുടെ മുമ്പിൽ ഒന്നും അസാധ്യമല്ല എന്ന് പൂർണ്ണ വിശ്വാസത്തോടെ പൂർണ്ണ ഉറപ്പോടെ എനിക്ക് ദൈവമക്കളോട് പറയുവാൻ സാധിക്കും. നിങ്ങൾ ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടേണ്ട. സകല ഭാരവും സകല വിഷയങ്ങളും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്താൽ മതി. ദൈവം അതിന്റെ രീതിയിൽ തക്ക സമയത്ത് ദൈവം അതിന് മേൽ അത്ഭുതം ചെയ്യുമെന്ന് ദൈവമക്കളോട് എനിക്ക് പറയുവാനുള്ളത്. അങ്ങനെ ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു അത്ഭുതം ചെയ്തു. ദൈവത്തിന്റെ കൃപയാൽ ഇന്നും എല്ലാ 4 ആഴ്ച കൂടുമ്പോഴും എൻ്റെ ബ്ലഡുകളെല്ലാം ചെക്ക് ചെയ്യുന്നുണ്ട്. ഇന്നേക്ക് ഏകദേശം 1 വർഷം കഴിഞ്ഞു. ഇതുവരെയും എൻ്റെ ബ്ലഡ് ടെസ്റ്റുകളെല്ലാം നോർമൽ ആയിരിക്കുന്നു. അതിനിടയ്ക്ക് പെറ്റ് സ്കാൻ ഉണ്ട്. എല്ലാ 6 മന്ത്സും പെറ്റ് സ്കാൻ എടുക്കുന്നുണ്ട്, ബയോപ്സി എടുക്കുന്നുണ്ട്. ഇപ്പോഴും എൻ്റെ ഡോക്ടേഴ്സിനൊന്നും ഇതൊന്നും വിശ്വാസമായിട്ടില്ല. അവരെപ്പോഴും ഓരോ ടെസ്റ്റുകൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ എന്ത് ടെസ്റ്റ് ചെയ്താലും എല്ലാം എൻ്റെ ശരീരത്തിൽ എല്ലാം നോർമലായിട്ട് തന്നെ പോകുന്നു. അത് നമ്മുടെ കഴിവോ മിടുക്കോ ഒന്നുമല്ല, ദൈവത്തിന്റെ കൃപ ഒന്ന് മാത്രമാണ് ദൈവം എന്നെ നടത്തുന്നത്. ദൈവത്തിന്റെ അത്ഭുത വഴികളാണ് ദൈവം നടത്തുന്നതെന്ന് മാത്രം എനിക്ക് പറയാനുള്ളൂ. എന്നെ കേൾക്കുന്ന ദൈവമക്കളോട്, നിങ്ങൾ ഈ വിഷയത്തിൽ കൂടിയൊക്കെ കടന്നു പോകുന്നവരുണ്ടായിരിക്കാം. എന്നാൽ ഇതിനെയൊന്നും ഓർത്ത് ഭാരപ്പെടുവാനല്ല, നമ്മുടെ മുന്നിൽ വരുന്ന വിഷയങ്ങളെ ഓർത്ത് നമ്മൾ ഭാരപ്പെടുവാനല്ല. നമ്മൾ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുത്താൽ ദൈവം പൂർണ്ണമായിട്ടും അതിനെല്ലാം മറുപടി തരുമെന്ന് എനിക്ക് വിശ്വാസത്തോടെ നിങ്ങളോട് പറയുവാൻ പറ്റും. ദൈവം അതിനായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈ ദിവസങ്ങളിൽ
ദൈവവചനം ദൈവം എന്നോട് ഇടപെട്ട ഒരു വചനം ദൈവമക്കളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. അതിന് ആധാരമാക്കി നമുക്കൊരു വചനം വായിക്കാം. സമയം തീർന്നോ? കുറച്ച് യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തില് 43 അധ്യായം അതിന്റെ 1 മുതൽ 3 വരെയുള്ള വാക്യം. ഇപ്പോഴോ യാക്കോബെ നിന്നെ സൃഷ്ടിച്ചവനും ഇസ്രായേലെ നിന്നെ നിർമ്മിച്ചവനുമായ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു, ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എനിക്കുള്ളവൻ തന്നെ. നീ വെള്ളത്തിൽ കൂടി കടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടെ ഇരിക്കും, നീ നദിയിൽ കൂടി കടക്കുമ്പോൾ അവ നിന്റെ മീതെ കവിയുകയില്ല, നീ തീയിൽ കൂടി നടന്നാൽ വെന്തുപോകുകയില്ല, അഗ്നിജ്വാല നിന്നെ ദഹിപ്പിക്കുകയുമില്ല. എന്റെ ദൈവവും ഇസ്രായേലിന്റെ പരിശുദ്ധനുമായ യഹോവ എന്ന ഞാൻ നിന്റെ രക്ഷകൻ. ഇവിടെ പ്രധാനമായിട്ട് ഈ 43 അധ്യായത്തിന്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ പ്രധാനമായിട്ടും 3 കാര്യങ്ങളാണ് അവിടെ പറയുന്നത്. ഒന്ന്, നമ്മുടെ സൃഷ്ടിതാവ്, നമ്മളെ നിർമ്മിച്ച ഒരു സൃഷ്ടിതാവ്, നമ്മുടെ പിന്നെ സൃഷ്ടിച്ചതിന് ശേഷം നമ്മളെ നിർമ്മിച്ച ഒരു ദൈവം, നിർമ്മിതാവ്, നമ്മുടെ രക്ഷിതാവ്. മൂന്നാമത്തെ വാക്യത്തില് പറയുന്നത് ഞാൻ നിന്റെ രക്ഷിതാവാണെന്ന്. സൃഷ്ടാവ് എന്ന് പറയുമ്പോൾ ലോകത്തിലുള്ളതിനെ എല്ലാം സൃഷ്ടിച്ചത് ദൈവമാണ്. മനുഷ്യനെയും ദൈവം സൃഷ്ടിച്ചു. നമ്മുടെ അമ്മയുടെ ഉദരത്തിൽ ഉരുവായത് അത് ദൈവത്തിന്റെ ഒരു സൃഷ്ടിയായിരുന്നു. ദൈവം അവിടെ പറയുന്ന കാര്യമാണ് സൃഷ്ടിയെക്കുറിച്ചും നിർമ്മാണത്തെക്കുറിച്ചും. യാക്കോബെ നിന്നെ സൃഷ്ടിച്ചവൻ, ഇസ്രായേലെ നിന്നെ നിർമ്മിച്ചവനുമായ യഹോവ. സൃഷ്ടിക്കപ്പെട്ട യാക്കോബ്, അവനെ പിന്നെ ഇസ്രായേലിന് ദൈവം നിർമ്മിച്ച ഒരു ദിവസം. നിർമ്മാണം എന്ന് പറയുന്നത് സൃഷ്ടിയിൽ നിന്നും വ്യത്യാസമുണ്ട്. ഇപ്പോൾ എക്സാമ്പിൾ ആയിട്ട് ഞാൻ പറയുകയാണെങ്കിൽ, നമ്മൾ ഒരു മരം വെട്ടി, അത് ദൈവത്തിന്റെ സൃഷ്ടിയാണ് ആ മരം എന്ന് പറയുന്നത്. ആ മരം മുറിച്ചെടുത്ത് നമ്മൾ ഒരു ഫർണിച്ചർ ഉണ്ടാക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു മേശ, അല്ലെങ്കിൽ ഒരു കസേര, ഒരു ടേബിള്, എന്തുമാകട്ടെ, അത് നമ്മുടെ പർപ്പസിന് വേണ്ടി നമ്മൾ അത് എടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. ആ മരം മുറിച്ച് നമ്മൾ സൃഷ്ടിക്കുവല്ല അതിനെ. ദൈവത്തിന്റെ സൃഷ്ടിയായിരുന്നു ആ മരം മുറിച്ച് നമ്മൾ അതിനെ പണിതെടുത്ത് നമ്മുടെ പർപ്പസിന് വേണ്ടി നമ്മൾ അത് പണിതെടുക്കുമ്പോൾ നമ്മൾ അതിനെ നിർമ്മിക്കുമായിരുന്നു. അതുപോലെയാണ് യാക്കോബ് ദൈവത്തിന്റെ സൃഷ്ടിയായിരുന്നു. അപ്പോൾ തന്നെ അടുത്ത പദം പറയുന്നു, ഞാൻ നിന്റെ നിർമ്മിതാവാണെന്ന്. അതിന്റെ അർത്ഥം, സൃഷ്ടിക്കപ്പെട്ട യാക്കോബിനെ ദൈവത്തിന്റെ ഹിതം അനുസരിച്ച് ദൈവം നിർമ്മിച്ചെടുത്തു. അത് എവിടെയാണെന്ന് ചോദിച്ചാൽ പ്രധാനമായും പല ഘട്ടങ്ങളിൽ ദൈവം അവനെ രൂപാന്തരപ്പെടുത്തിയ അവസ്ഥകളെ ആണ് പറയുന്നത്. അത് യാബോക്ക് കടവിൽ, ഉൽപ്പത്തി പുസ്തകം 32 അധ്യായത്തിന്റെ 1 മുതൽ നമ്മൾ താഴോട്ട് വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാകും ദൈവം എങ്ങനെയാണ് യാക്കോബിനെ സൃഷ്ടിച്ച് രൂപാന്തരപ്പെടുത്തിയെടുത്തതെന്നുള്ളത്. അതിന്റെ 26 വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, യാക്കോബ് അതിന്റെ ഉൽപ്പത്തി പുസ്തകത്തിന്റെ 26 വാക്യത്തില് പ്രകാരം 32ന്റെ 26, നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല എന്ന് അവൻ പറഞ്ഞു. നിന്റെ പേർ എന്താ എന്ന് അവനോട് ചോദിച്ചതിന് യാക്കോബ് എന്ന് അവൻ പറഞ്ഞു. നീ ദൈവത്തോടും മനുഷ്യരോടും മല്ലു പിടിച്ച് ജയിച്ചതുകൊണ്ട് നിന്റെ പേർ ഇനി യാക്കോബ് എന്നല്ല ഇസ്രായേൽ എന്ന് വിളിക്കപ്പെടുമെന്ന് അവൻ പറഞ്ഞു. അങ്ങനെ ആ വാക്യത്തിൽ നമുക്ക് കാണുന്നത്, യാബോക്ക് എന്ന കടവിൽ തന്റെ ഭാര്യയെയും മക്കളെയും തനിക്കുള്ളതിനെ എല്ലാം അക്കരെ കടത്തിയിട്ട് തനിയെ ശേഷിച്ച യാക്കോബ്, നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല എന്ന് തകർന്ന ഹൃദയത്തോടെ മല്ലുപിടിച്ച യാക്കോബ് കടവിൽ അല്ലെങ്കിൽ ആ തോടിന്റെ അരികിൽ ഇരുന്നു കൊണ്ട് നിലവിളിച്ച്
ദൈവത്തിന്റെ സന്നിധിയിൽ നുറുങ്ങിയ ഹൃദയത്തോടെ യാക്കോബ് യാക്കോബ് ഇരുന്ന ദിവസമാണ്. ആ ദിവസമാണ് യാക്കോബിനോട് നിന്റെ പേരെന്താണെന്ന് ചോദിച്ചിട്ട് യാക്കോബ് പറഞ്ഞു, എൻ്റെ പേര് യാക്കോബ് എന്നാണ്. അപ്പോൾ ദൈവം അവനോട് പറയുന്നു, ഇന്നു മുതൽ നീ യാക്കോബല്ല, ഇസ്രായേൽ എന്ന് വിളിക്കപ്പെടുമെന്ന്. അങ്ങനെ ദൈവം യാക്കോബിന്റെ പേര് മാറ്റി അവിടെ വെച്ച്. അവനെ രൂപാന്തരപ്പെടുത്തിയത് ഹൃദയം നുറുങ്ങി വേദനപ്പെട്ട് ഭാരപ്പെട്ട് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് രൂപാന്തരപ്പെടുത്തിയ ഒരു രാത്രിയായിരുന്നു ആ രാത്രി. അന്ന് ദൈവം അവന്റെ പേര് മാറ്റി. അതുപോലെയാണ് നമ്മളുടെ ഓരോ ഇപ്പം ഞങ്ങൾ കടന്നുപോയ സാഹചര്യങ്ങളും അതുപോലെയാണ്. ഞങ്ങൾ ഓരോ രാത്രിയുടെ യാമങ്ങളിൽ നിന്ന് ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ഞങ്ങളെ രൂപാന്തരപ്പെടുത്തി ദൈവം എടുത്തു. അതുപോലെ എനിക്ക് ദൈവമക്കളോട് പറയുവാനുള്ളത്, ഓരോരുത്തരുടെയും ജീവിതത്തിൽ പലപ്പോഴും ഉറക്കം പോലും നഷ്ടപ്പെട്ട് ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും നിലവിളിക്കുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യങ്ങൾ നമുക്ക് വരാം. അതുപോലെ വന്നിട്ടുള്ളവരും ഉണ്ടായിരിക്കാം. ദൈവം ചില ദൈവിക പർപ്പസിന് വേണ്ടി നമ്മളെ രൂപാന്തരപ്പെടുത്തി എടുക്കുന്ന ദിവസങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നത്. ഏത് പ്രതിസന്ധികളാണെങ്കിലും അത് നമ്മളെ നശിപ്പിക്കുവാനല്ല, അത് നമ്മളെ രൂപാന്തരപ്പെടുത്തി എടുക്കുവാനാണെന്ന് 100% ഉറപ്പോടെ എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് എനിക്ക് പറയുവാൻ പറ്റും. ബിക്കോസ് ഞങ്ങൾ ആ സാഹചര്യത്തിൽ കൂടെയൊക്കെ കടന്നുപോയി. അങ്ങനെ ദൈവം ഞങ്ങളെ രൂപാന്തരപ്പെടുത്തി എടുത്ത ദിവസങ്ങളായിരുന്നു ഈ കഴിഞ്ഞ ഒരു വർഷക്കാലം എന്ന് പറയുന്നത്. ദൈവം അത്ഭുതകരമായിട്ട് നടത്തിയ വിഷയമാണ്. അങ്ങനെ ദൈവം യാക്കോബിന്റെ പേര് മാറ്റി ഇസ്രായേൽ ആക്കിയതുപോലെ തന്നെ ദൈവം നമ്മളുടെയും പേര് മാറ്റി നമ്മളെ മാനിക്കുന്ന ഒരു ദൈവമാണ്. ഞാൻ പറഞ്ഞതുപോലെ ഒരു മരത്തിന്റെ കഷ്ണം വെട്ടിയെടുത്ത് കൊണ്ടുവരുമ്പോൾ അതിനെ മരം എന്നാണ് എല്ലാവരും വിളിക്കുന്നത്, അല്ലെങ്കിൽ അതിനെ തടി എന്നാണ് വിളിക്കുന്നത്. അത് ഒരു ഫർണിച്ചർ ആക്കി അതിനെ ഒരു ടേബിളോ അല്ലെങ്കിൽ കസേര അല്ലെങ്കിൽ ഒരു ബെഡ് ആക്കി എടുക്കുമ്പോൾ അതിന്റെ പേര് മാറും അവിടെ. പിന്നെ അതിനെ ആരും തടിയെന്ന് വിളിക്കാറില്ല. എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് അതിന്റെ പർപ്പസ് അനുസരിച്ച് അതിന്റെ പേര് മാറുന്നു. അതുപോലെ യാക്കോബിന്റെ പേര് അന്ന് ആ രാത്രിയിൽ ദൈവം മാറ്റി അവനെ നിർമ്മിച്ചെടുത്ത് ഇസ്രായേലാക്കി. അതുകൊണ്ട് ദൈവം ഇവിടെ പറയുകയാണ്, ഇസ്രായേലെ, നിന്നെ നിർമ്മിച്ചവനുമായ യഹോവ അരുളിച്ചെയ്യുന്നു, ഭയപ്പെടേണ്ട. ദൈവം എന്തുകൊണ്ടാണ് ഇത്രയും ഒക്കെ ചെയ്തത്? ദൈവത്തിന് ഒരു വലിയ പദ്ധതി യാക്കോബിലൂടെ അല്ലെങ്കിൽ അവന്റെ തലമുറകളിൽ കൂടെ ചെയ്യുവാനുണ്ടായിരുന്നു. അതുകൊണ്ട് യാക്കോബിന്റെ ജീവിതത്തിൽ പലപ്പോഴും എല്ലാം എനിക്ക് പ്രതികൂലം എന്നാണ് ചിന്തിച്ച ഒത്തിരി സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ അവിടെയൊക്കെ ആരെക്കുറിച്ച് ദൈവത്തിന് വ്യക്തമായ പദ്ധതി ഉണ്ടായിരുന്നു. അവിടെയൊക്കെ യാക്കോബിനെ കുറിച്ച് ദൈവത്തിന് വ്യക്തമായ ഒരു പദ്ധതി ഉണ്ടായിരുന്നു. ദൈവം അവന്റെ പ്രവൃത്തി യാക്കോബിന് വേണ്ടി വെളിപ്പെടുത്തി. തന്റെ മകൻ യോസെഫ് അവസാനിച്ചു, ഇനിയും ഞാൻ മരിക്കുന്നത് വരെ ആ ദുഃഖത്തോടെ പാതാളത്തിലേക്ക് ഇറങ്ങിപ്പോകേണ്ടി. നമ്മൾ ആ അധ്യായത്തിൽ താഴോട്ട് വായിക്കുമ്പോൾ ഒക്കെ കാണുവാൻ സാധിക്കുന്നതാണ്. ഇനിയും താൻ മരിക്കുന്നത് വരെ ഈ ദുഃഖത്തോടെ ഞാൻ പാതാളത്തിലേക്ക് ഇറങ്ങിപ്പോകേണ്ടി വരുമെന്ന് ചിന്തിച്ചിരുന്ന യാക്കോബ് അവസാനം രാജകീയമായ പദവിയോടെയാണ് ജീവിക്കുകയും അവിടെ അവസാനിക്കുകയും ചെയ്തതെന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. യാക്കോബിന്റെ ജീവിതത്തിൽ ഒരുപാട് കഷ്ടങ്ങൾ വന്നിട്ടുണ്ട്, കഠിന ക്ഷാമം വന്നിട്ടുണ്ട്. അങ്ങനെയാണല്ലോ അവര് ഈജിപ്തിലേക്ക് മക്കളെ എല്ലാം അയച്ചത്. ക്ഷാമം വന്നു, പ്രതിഫലം നഷ്ടപ്പെട്ട അവസ്ഥകളൊക്കെ യാക്കോബിന്റെ ജീവിതത്തിൽ കടന്നു വന്നു. വലിയ പ്രതികൂലങ്ങളിൽ കൂടിയൊക്കെ കടന്നു പോവുകയും ചെയ്തിട്ടുണ്ട്. തന്നെ എപ്പോൾ കയ്യിൽ കെട്ടിയാലും കൊല്ലുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന മരണഭീതിയിലായിരുന്ന തന്റെ സഹോദരൻ യേശാവ്, അങ്ങനെയൊക്കെയുള്ള അനേക സാഹചര്യങ്ങളിൽ കൂടി കടന്നുപോയി. പക്ഷേ ദൈവത്തിന് യാക്കോബിനെ കുറിച്ച് ഒരു ലക്ഷ്യമുണ്ടായിരുന്നു, ഒരു പദ്ധതി ഉണ്ടായിരുന്നു. ഇവിടെ പറയുന്നത്, നിന്നെ നിർമ്മിച്ച ദൈവം ഞാനാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദൈവം നമ്മളെ രൂപാന്തരപ്പെടുത്തിയ ദിവസങ്ങളുണ്ട്. അങ്ങനെയുള്ള അവസ്ഥകളിൽ കൂടി കടന്നു പോകുന്നവരോടാണ് യെശയ്യാവ് 43 ഇങ്ങനെ പറയുന്നത്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു. അപ്പോൾ നമ്മുടെ സൃഷ്ടാവും നമ്മുടെ നിർമ്മിതാവും നമ്മുടെ രക്ഷിതാവുമായ ദൈവം നമ്മളെ ഓരോരുത്തരെയും രൂപാന്തരപ്പെടുത്തി അവന്റെ ഉദ്ദേശത്തിന് വേണ്ടി അവന്റെ മക്കളാക്കി മാറ്റിയ നമ്മളോട് 3-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, യഹോവ എന്ന ഞാൻ നിന്റെ രക്ഷകനാണ്. അതുകൊണ്ട് ജീവിതത്തിൽ ഏത് സാഹചര്യത്തിൽ കൂടി നമ്മൾ കടന്നുപോയാലും കർത്താവിനായി വിളിച്ചു വേർതിരിക്കപ്പെട്ട ഒരു ദൈവ പൈതൽ
അവിടെ അവസാനിക്കുന്നില്ല. ദൈവിക ഉദ്ദേശങ്ങൾ ഇനിയും നമ്മുടെ ജീവിതത്തിൽ നിവൃത്തിയാകുവാനുണ്ട് എന്ന് പൂർണ്ണമായിട്ടുള്ള ഒരു വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. നമ്മുടെ ജീവിതത്തിൽ ദൈവിക സംരക്ഷണം നൽകി, സൗഖ്യം നൽകി, വഴികളെ വെട്ടി തുറന്ന് അനുഗ്രഹങ്ങളെ നൽകി, ദൈവിക ഉദ്ദേശങ്ങളിലേക്കും വാഗ്ദത്തങ്ങളിലേക്കും വഴി നടത്തുന്ന ഒരു ദൈവം നമ്മോട് കൂടെ ഉണ്ട് എന്നുള്ള ഒരു വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അവിടുന്ന് നമ്മുടെ ദൈവം നമ്മുടെ സൃഷ്ടിതാവും നമ്മുടെ നിർമ്മിതാവും നമ്മളെ രൂപാന്തരപ്പെടുത്തി എടുക്കുന്നവനും ആണ്, നമ്മുടെ രക്ഷകനാണ്. അത് ജീവിതത്തിന്റെ എല്ലാ സാഹചര്യങ്ങളിലും ദൈവം നമ്മുടെ രക്ഷകനാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ ദിവസങ്ങളിൽ നമുക്ക് മുന്നോട്ട് ജീവിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങൾ ഏതെങ്കിലും ഭാരത്തിൽ കൂടി പ്രയാസത്തിൽ കൂടി കടന്നു പോകുന്നവരാണെങ്കിൽ നമ്മുടെ മുമ്പിലുള്ള വിഷയത്തെ നോക്കി ഭാരപ്പെടുവാനല്ല, പിശാചിനെ നോക്കിക്കൊണ്ട് നമ്മൾ വെല്ലുവിളിക്കണം. എൻ്റെ യഹോവയാൽ ഞാൻ ഈ മതിൽ ചാടിക്കടക്കും, എൻ്റെ ദൈവത്താൽ ഞാൻ ഈ പടക്കൂട്ടത്തിന്മേലെ പാഞ്ഞു ചെല്ലുമെന്ന് പിശാചിനെ നോക്കി വെല്ലുവിളിച്ചുകൊണ്ട് വചനമാകുന്ന വാളെടുത്തുകൊണ്ട് ഈ ദിവസങ്ങളിൽ മുന്നേറുന്നുവെങ്കിലും നമ്മൾ ഏത് പ്രശ്നങ്ങളായിക്കോട്ടെ, ഏത് രോഗങ്ങളായിക്കോട്ടെ, എന്തുമായിക്കോട്ടെ, ലോകം വിധിയെഴുതി ഇനി അസാധ്യമായി നിൽക്കുന്ന വിഷയമാണെന്ന്, ലോകത്തിൽ ഇനി ഒരു മെഡിക്കൽ സയൻസ് വിധി എഴുതിയ വിഷയമായിക്കോട്ടെ, എന്തുമായിക്കോട്ടെ, എനിക്ക് പൂർണ്ണമായിട്ടും ദൈവമക്കളോട് പറയുവാൻ പറ്റും, നമ്മുടെ ദൈവത്താൽ അസാധ്യമായിട്ടൊന്നുമല്ല എന്ന്. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ എല്ലാം ബലപ്പെടുത്തട്ടെ, ശക്തീകരിക്കട്ടെ. നമ്മൾ കർത്താവിന്റെ സന്നിധിയിൽ നിന്ന് മാറിപ്പോകാതെ ഓരോ ദിവസവും ദൈവപാദപീഠത്തിങ്കിലേക്ക് അടുത്ത് ജീവിക്കുമ്പോൾ ദൈവം നമ്മളെ ദൈവത്തിന്റെ പണിക്കായിട്ട് നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ദൈവം നമ്മളെ രൂപാന്തരപ്പെടുത്തി ദൈവത്തിന് ഇഷ്ടമുള്ള പാത്രമാക്കി നമ്മളെ തീർക്കും. ആ പണിക്ക് വേണ്ടി നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കാം എന്ന പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ നമുക്കായിരിക്കാം. ഈ മീറ്റിങ്ങിലേക്ക് കടന്നു വരുവാനും എന്നെ ക്ഷണിച്ച ക്രിസ്റ്റിയോടും കുടുംബത്തോടുമുള്ള നന്ദിയും, അതുപോലെ സൂമിലായിരിക്കുന്ന എന്നെ കേൾക്കുന്ന എല്ലാ ദൈവമക്കളോടുമുള്ള നന്ദിയും കടപ്പാടും ഞാൻ ഈ ദിവസത്തിൽ അറിയിക്കുന്നു. വീണ്ടും എൻ്റെ കുടുംബത്തെയും എന്നെയും ഓർത്തും പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ദൈവസന്നിധിയിലായിരിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് എത്ര വിശ്വസ്തനാ. ഹല്ലേലൂയ. ആമേൻ. എന്നെ കേൾക്കുന്ന എല്ലാവരെയും ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യാണ്. ആമേൻ. കേൾപ്പിച്ച നല്ല സാക്ഷ്യത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യാണ്. ആമേൻ. ഈ സാക്ഷ്യം ആമേൻ എൻ്റെ ജീവിതത്തിൽ എത്ര വിലയേറിയതാണെന്ന് എന്നെ കേൾക്കുന്നവർക്കറിയാം. ഹല്ലേലൂയ. ആമേൻ. കർത്താവിന്റെ വിശ്വസ്തതയെ ഓർത്ത് ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യാണ്. ആമേൻ. ഒരു സാക്ഷ്യം മറ്റൊരു സാക്ഷ്യത്തെ ഉളവാക്കും. ആമേൻ. ഹല്ലേലൂയ. അത് ദൈവത്തിന്റെ വചനമാണെങ്കിൽ ആമേൻ, ഈ ഒരു സാക്ഷ്യം മറ്റൊരു സാക്ഷ്യത്തെ ഉളവാക്കും. ആമേൻ. എത്ര പേർക്ക് എന്നോട് ചേർന്ന് ഹല്ലേലൂയ പറയാൻ പറ്റും? ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ദൈവം തന്റെ ജീവിതത്തിൽ ചെയ്ത വിടുതലുകൾ, ആമേൻ, തന്റെ ജീവിതത്തിൽ ചെയ്ത അത്ഭുതം. ഹല്ലേലൂയ. ആമേൻ. ഡോക്ടേഴ്സിന് പലപ്പോഴും അത്ഭുതമാ. ഹല്ലേലൂയ. ആമേൻ. മെഡിക്കൽ സയൻസിന് പലപ്പോഴും അത്ഭുതമാ. ഹല്ലേലൂയ. ആമേൻ. അത്ഭുതമാകുന്ന വിധത്തിലാ ദൈവം അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നത്. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. പലപ്പോഴും അസാധ്യതകളുടെ മുമ്പിൽ ആമേൻ നമ്മളൊരു ചോദ്യചിഹ്നമായിട്ട് നിൽക്കുമ്പോൾ ഹല്ലേലൂയ, ആമേൻ, പിശാച് പലപ്പോഴും പറയും ഹല്ലേലൂയ, ഇവിടം കൊണ്ട് നീ തീർന്നു. ഹല്ലേലൂയ. ആമേൻ. ഇനി ഒരു ഉയർച്ച നിനക്കില്ല എന്ന് പറയുമ്പോൾ ഹല്ലേലൂയ, ആമേൻ, ആമേൻ, ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു ദൈവ പൈതലിന് ആമേൻ, ആമേൻ, സിസ്റ്റർ പറഞ്ഞതുപോലെ തന്നെ ഉറപ്പായിട്ട് പറയാൻ പറ്റും. ആമേൻ. പിശാചിനെ വെല്ലുവിളിച്ചതുകൊണ്ട് ആമേൻ. ഹല്ലേലൂയ. ആമേൻ. യാത്രയുടെ യാമങ്ങളിലൊക്കെയും ദൈവത്തിന്റെ സന്നിധിയിൽ മുട്ടുകളെ മടക്കി ഹല്ലേലൂയ, ആമേൻ, പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ദൈവം വലിയത് ചെയ്യും. ദൈവം വിടുതലുകളെ അയക്കും. ഹല്ലേലൂയ. ആമേൻ. ആമേൻ. പ്രിയ ഹണി സിസ്റ്റർ ഹല്ലേലൂയ, ആമേൻ, യുകെയുടെ ദേശത്ത് ഹല്ലേലൂയ, ആമേൻ, ഇത്രത്തോളം ആമേൻ സാക്ഷ്യത്തോടെ വിടുതലോടെ നിൽക്കുവാൻ കർത്താവ് സഹായിച്ചു. ഒന്ന് ആമേൻ ഉറപ്പായിട്ടും പറയാൻ പറ്റും. ഹല്ലേലൂയ. ആമേൻ. ആമേൻ. ഒരു ശോധന നമ്മുടെ ജീവിതത്തിൽ വരുന്നത് അതൊരിക്കലും നമ്മളെ നശിപ്പിക്കാനോ നമ്മളെ മുടിപ്പിച്ച് കളയുവാനായിട്ടോ അല്ല. ഹല്ലേലൂയ.
ആമേൻ. കർത്താവ് നമ്മളെ കൊണ്ട് ചിലത് പണിതെടുക്കാനുണ്ട്. ആമേൻ. ഇങ്ങനെ ഒരു സാക്ഷ്യം, ആമേൻ, ഇങ്ങനെ ഒരു രോഗം പ്രിയ സിസ്റ്ററിന്റെ ജീവിതത്തിൽ വന്നില്ലായിരുന്നെങ്കിൽ, ആമേൻ, ദൈവത്തെ ഇതുപോലെ ഉയർത്തി കാട്ടുവാനായിട്ടൊരു സാഹചര്യം, ആമേൻ, സിസ്റ്ററിന്റെ ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടാകില്ലായിരുന്നു. ഹല്ലേലൂയ. ആമേൻ. ആമേൻ. നമുക്കൊരു ദൈവ പൈതലിനെ തിരിച്ചറിയാൻ കഴിയുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ, ആമേൻ, നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി വരുമ്പോഴാ. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. അവർ ദൈവ പൈതലാണോ അല്ലയോ എന്ന്, ആമേൻ, അതിലൂടെയാ തിരിച്ചറിയാൻ പറ്റുന്നത്. ഹല്ലേലൂയ. ആമേൻ. നമ്മളിപ്പോൾ ഒരു ലോക മക്കളെ നോക്കിയാൽ, ആമേൻ, ചിലപ്പോൾ ഇതിനെ ഒന്നും താങ്ങാൻ കഴിയാതെ, ആമേൻ, അവർ ഈ ലോകത്തോട് തന്നെ വിട പറയും. അല്ലെങ്കിൽ, ആമേൻ, ആൻസൈറ്റി, ഡിപ്രഷന്, അങ്ങനെ വേണ്ട മെന്റൽ സ്ട്രെസ്, ആമേൻ, അതിനുള്ള മെഡിസിനുകൾ അവരെടുക്കും. പക്ഷെങ്കിൽ, ആമേൻ, ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ച്, ഹല്ലേലൂയ, ആമേൻ, എല്ലാ സ്ട്രെസ്സിനുള്ള ആൻസർ ഇതിനകത്തുണ്ട്. ഹല്ലേലൂയ. ആമേൻ. 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 ദൈവത്തിന്റെ വചനത്താൽ കഴിയാത്തതായിട്ട് ഒന്നുമില്ല. ആമേൻ. ഹല്ലേലൂയ. ദൈവം കേൾപ്പിച്ച് അനുഗ്രഹിക്കപ്പെട്ട ടെസ്റ്റിമണി ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആമേൻ. മരിക്കയില്ല, ജീവനോടെ ഇരുന്ന്, ആമേൻ, യഹോവയുടെ പ്രവൃത്തികളെ വർണ്ണിക്കുവാൻ കർത്താവ് പ്രിയ സിസ്റ്ററിനെ ഇടയാക്കിയല്ലോ. ഇനിയും അനേക രാജ്യങ്ങളിൽ, ഹല്ലേലൂയ, കടന്നുപോയി തൻ്റെ ടെസ്റ്റിമണി, ഹല്ലേലൂയ, ദൈവം ചെയ്ത വിടുതൽ, ആമേൻ, ദേശങ്ങളോട് ഘോഷിക്കുവാൻ തക്കോണം അനേകർക്ക് ഒരു വിടുതലും അനുഗ്രഹവുമായ കുടുംബം മാറുവാനായിട്ട് നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. മേരി മമ്മി ലൈനിലുണ്ടോ? മേരി മമ്മി ഒരു വാക്ക് പ്രാർത്ഥിച്ച് ഇന്നത്തെ മീറ്റിംഗ് അവസാനിപ്പിക്കാമോ? സ്തോത്രം. കർത്താവെ, സ്തോത്രത്തോടെ ദൈവസന്നിധിയിൽ കടന്നു വരുന്ന കർത്താവെ, ഇത്രത്തോളം ഞങ്ങളെ സ്നേഹിക്കുവാൻ ഞങ്ങൾ എന്തുള്ളൂ കർത്താവെ? ഒന്നുമില്ല കർത്താവെ. ദൈവത്തെ ദുഃഖിപ്പിച്ച് ജീവിച്ച അവസ്ഥയിൽ നിന്ന് കർത്താവെ സ്തോത്രം, രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയ ഞങ്ങളെ ആ ദൈവ സ്നേഹത്തിലേക്ക് വീണ്ടും വിളിച്ചാക്കാൻ കർത്താവിന് ഞങ്ങളോട് കരുണ തോന്നിയല്ലോ കർത്താവെ. ദൈവമേ സ്തോത്രം, ഞങ്ങളെ തട്ടി ഉണർത്തുന്ന പോലെ ഉള്ള ഒരു സാക്ഷ്യം ദൈവം ഇന്ന് കേൾപ്പിച്ചല്ലോ കർത്താവെ. ഞങ്ങൾ ഓരോരുത്തരും പല പ്രശ്നങ്ങളിൽ കൂടെ കടന്നു പോകുന്നവരാണ്. എന്നാൽ ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ലെന്ന് ദൈവം നിന്റെ ദാസിയെ കൊണ്ട് ഞങ്ങളോട് പറയിച്ചല്ലോ കർത്താവേ. ദൈവമേ, അത് ഞങ്ങൾ ഏറ്റെടുക്കുക കർത്താവേ. ഞങ്ങളും കടന്നു പോകുന്ന പ്രശ്നങ്ങളില് ദൈവത്തിന് പണിതെടുക്കാൻ വയ്യാത്തതായിട്ടൊന്നുമില്ല കർത്താവേ. ഞങ്ങളെ സൃഷ്ടിച്ചവൻ, ഞങ്ങളെ നിർമ്മിച്ച്, ആമേൻ, ഹല്ലേലൂയ, ട്രാൻസ്ഫോം ചെയ്യേണ്ടടത്തൊക്കെ ട്രാൻസ്ഫോം ചെയ്ത് കർത്താവിന് വേണ്ടി ഉണർന്ന് പ്രവർത്തിക്കാൻ, ഈ കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്ന ഈ സമയത്ത് ഉണർന്ന് പ്രവർത്തിപ്പാൻ കർത്താവ് ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണം. ഞങ്ങളെ കേൾപ്പിച്ച വചനം ഒന്നും നഷ്ടപ്പെട്ടു പോകാതെ അത് ജീവിതത്തിൽ പ്രയോജനമായി, ആമേൻ, കർത്താവ് ഞങ്ങൾക്ക്, ആമേൻ, സഹായിക്കണം. ഞങ്ങളെ സഹായിക്കണം കർത്താവെ. കേട്ടവരെ എല്ലാം ദൈവം അനുഗ്രഹിക്കണം. ഈ വചനത്താൽ അനുഗ്രഹിക്കണം. ഈ അനുഭവത്താൽ ഞങ്ങൾ ഓരോരുത്തരും അനുഗ്രഹിക്കപ്പെട്ടവരായിരിക്കാൻ സഹായിക്കണം കർത്താവെ. ദൈവമേ സ്തോത്രം. കർത്താവിന്റെ ദാസിയെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവത്തിന്റെ ഉദ്ദേശത്തോടുകൂടെ ദൈവം വിളിച്ചു വേർതിരിച്ചിരിക്കയാൽ അപ്പാ, നിന്റെ മകളെ കുടുംബമായിട്ട് ദൈവം ഇത്രത്തോളം അത്ഭുതത്തോടെ നിർത്തിയെങ്കിൽ മുമ്പോട്ടും കർത്താവെ, ആമേൻ, ദൈവത്തിന് വേണ്ടി ശോഭിക്കുന്ന ഒരു കുടുംബമായിട്ട് ദൈവം അവരെ നിർത്തേണ്ടതിന് ദൈവകരങ്ങളിൽ സമർപ്പിച്ച് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ആമേൻ. കർത്താവെ സ്തോത്രം. ദൈവമേ, ഇതുപോലെ സൗഖ്യം ആവശ്യമുള്ള ജീവിതങ്ങൾ ഉണ്ട് കർത്താവെ. ആമേൻ. അവരുടെ മേൽ ഈ സൗഖ്യം ദൈവം പകരുമാറാകണമെന്ന് യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. ആമേൻ. ഹല്ലേലൂയ. പ്രാർത്ഥനയിൽ കർത്താവെ, ഞങ്ങൾ ആത്മാവിൽ കൈകോർത്ത് പിടിക്കുന്നു. പല രാജ്യത്താണെങ്കിലും ദൈവത്തിന്റെ പ്രവൃത്തി ദൈവം അയച്ച്, ദൈവത്തിന്റെ വിടുതൽ അയച്ച് ദൈവം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കൃപയിൽ കർത്താവ് ഞങ്ങളെല്ലാം സൂക്ഷിക്കുകയും നിർത്തുകയും ചെയ്യണം. ദൈവത്തിന്റെ പക്വതയിലേക്ക് ഞങ്ങളെയൊക്കെ ഏൽപ്പിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കർത്താവ് ശ്രദ്ധ വെച്ച് കേട്ട് ദൈവത്തിന്റെ മറുപടി ദൈവം അയച്ചിരിക്കാൻ സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ. താങ്ക് യു മേരി മമ്മി. താങ്ക് യു ഹണി സിസ്റ്ററെ. ആമേൻ. ആമേൻ. എല്ലാവരോടും ഉള്ള നന്ദി അറിയിക്കുകയാണ്. ആമേൻ. ആമേൻ. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ.
ഗുഡ് നൈറ്റ് now. സ്തോത്രം God bless you all. God bless you. Amen. God bless you. God bless you all.